കുറച്ചധികം വാക്യമുണ്ട്. ഏത് വാക്യത്തിൽ തുടങ്ങണമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ കൃപാവരങ്ങളെ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കുക അല്ലേ, 12-ാം വാക്യം അല്ലേ, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങൾ ആ വാക്ക് മാത്രം, സഹോദരന്മാരെ ആത്മീക വരങ്ങളെ പറ്റി നിങ്ങൾ കേട്ടെ. അപ്പം ഞാൻ തുടക്കത്തിൽ ആ ടെസ്റ്റ് മണി പറയാൻ കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു അറിവ് എന്തുകൊണ്ടാണ്, എന്തിനാ ഞാനിത് ഉപയോഗിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓളിയും കഴിയുവാണ് എനിക്ക് നിങ്ങൾക്ക് ഓക്കെ. നിങ്ങൾക്ക് ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊരറിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ സാധിക്കും. ഒരു സ്തോത്രം പറഞ്ഞ് ആമേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയാണ്, കൃപാവരങ്ങളെ പറ്റി നിങ്ങൾ അറിവില്ലാത്തവർ ആകരുത്. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ എടുക്കണ്ട, ഞാൻ ആ വാക്യം എന്ന് പറയുകയാണ്. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ്റെ തല ഛേദിച്ചതിന് ശേഷം ആ വാർത്ത യേശു പറഞ്ഞു. നമുക്കറിയാം ഭൂമിയിലെ ഒരു കസിൻ ബ്രദേഴ്സാണ് യോഹന്നാനും ക്രിസ്തുവും തമ്മിൽ കസിൻ ബ്രദേഴ്സാണ്. ഈ വാർത്ത കേട്ടപ്പോൾ കർത്താവിന് പെട്ടെന്നൊരു വിഷമമുണ്ട്. പെട്ടെന്ന് നിർജ്ജന പ്രദേശത്തെ കർത്താവ് എന്ത് ചെയ്തു, മാറിപ്പോയി. അതായത് നമുക്കറിയാം നമ്മുടെ കസിൻ ആരെങ്കിലും മരിച്ചാൽ നമ്മുടെ മൂഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, ചേഞ്ച് ആവും അല്ലേ. നമുക്ക് പെട്ടെന്ന് സങ്കടം ഉണ്ടാവും, നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യം. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടൊരു വ്യക്തി മരിച്ച വിവരം പറഞ്ഞപ്പോൾ യേശുവിന് വിഷമം വന്നു. യേശു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. എന്നാൽ ജനം യേശുവിനെ വിട്ടില്ല. ജനം വളരെ ദൂരം യാത്ര ചെയ്ത് യേശുവിനെ ഫോളോ ചെയ്തു. നമ്മളാണ് എന്നെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു സാമാന്യ ബോധമില്ലേ? കാരണം ഒരാൾ ഒരു ദുഃഖ വാർത്തയിലിരിക്കുമ്പം എന്ത് ചെയ്യുന്നു, യേശു വിഷമിച്ചിരിക്കുമ്പോൾ അവർ വന്നിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി നിൽക്കുക. ബൈബിളൊരു വാക്യമുണ്ട്, യേശു അവരെ ഓടിച്ചില്ല. അടുത്ത വാക്യം പറയുന്നു, അവരോട് മനസ്സലിവ് തോന്നി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർക്ക് എന്ത് തോന്നി? അപ്പൊ അത്രയും രോഗികളെ യേശു സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിഞ്ഞതിന്റെ കാരണം എന്താണ്? മനസ്സലിവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ മനസ്സലിവിന്റെ പേരാണ് ആത്മഭാരം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതുണ്ടെങ്കിലേ കൃപാവരത്തിൽ നിന്ന് കൂടുതൽ പ്രയോജനപ്പെടാൻ കഴിയത്തുള്ളൂ. ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് അവനെ ഒന്ന് സഹായിക്കണം, അവനെ യേശുവിലേക്ക്, അവനെ പള്ളിയിൽ കൊണ്ടുവരാൻ ഒരു ആശയമല്ല, അവനെ യേശുവിലേക്ക് നേടുക എന്നൊരു ആത്മഭാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അകത്ത് ഈ കൃപാവരങ്ങൾ ആഴമായി ജ്വലിക്കുവാൻ ഇടയായിത്തീരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല. പണ്ട് ഇടുക്കിയിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആൻറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ സമയം, അപ്പം വിളിച്ചിട്ട് ഓരോ കാര്യം പ്രാർത്ഥിച്ചിട്ട് ഓരോ ദൈവിക ആലോചന ചോദിക്കും. അപ്പം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നതിനെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം ഒരു ദിവസം അപ്പോൾ എനിക്ക് സഹോദരി എന്ത് ബ്രദറെ ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ വേലയ്ക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വോത്ര കാഴ്ച ഇങ്ങനെ അയച്ചു തരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു, ബ്രദറെ നമുക്കൊരു ഭയങ്കരമായൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു ഫ്ലാറ്റുകാരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏകദേശം നമുക്കൊരു 10-30 ലക്ഷം രൂപ എന്ത് ചെയ്യും. ഒരു സ്വോത്രം പറഞ്ഞ്. അപ്പോൾ ആൻറ്റി എന്നോട് പറയുകയാണ്, ഈ കാര്യം നടന്നാൽ എന്ത് കിട്ടും? 10-30 ലക്ഷം രൂപ. ഇതിൻ്റെ അകത്ത് എന്താണോ കർത്താവ്. അപ്പോൾ ഞാൻ ആൻറ്റിയോട് ആൻറ്റി, ഈ പരിപാടി മുന്നോട്ട് പോയാൽ, പുള്ളിക്കാരൻ നല്ല ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറയും, ഇതിന് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇത് നമുക്ക് പൈസ കൊടുത്ത്, ഇത് സൗജന്യമാണ്. ഇപ്പോൾ ഒരാളൊരു സ്വോത്ര കാഴ്ച തരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പ്രവചിച്ചതുകൊണ്ടോ ശുശ്രൂഷിച്ചതുകൊണ്ടോ ഉള്ളതിൻ്റെ വിലയല്ല. അദ്ദേഹത്തിന് തന്നാലും തന്നില്ലെങ്കിലും ഇതൊരു ശുശ്രൂഷ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം എന്നോട് പറഞ്ഞു, പപ്പാരി നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ പറഞ്ഞ ആൻറ്റി, ഈ ശുശ്രൂഷ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്. കാര്യം പിശാചിൻ്റെ ആഗ്രഹം, ഒന്നാമത് നമുക്കറിയാം, പിശാചിൻ്റെ ആഗ്രഹം ദൈവരാജ്യം വളരരുത്, ദൈവദാസന്മാരെ തിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. പിന്നെ പുള്ളിക്കാർ തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു പുള്ളിക്കാരൊരു മാനസിക രോഗത്തിന് അടിമപ്പെട്ടു പോയി നിൽക്കാൻ ഇടയായി തീർന്നു. ഒരു സ്തോത്രം പറഞ്ഞ്. അപ്പോൾ കൃപാവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് ഉപേക്ഷയാക്കി ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയല്ല, പകരം ദൈവരാജ്യത്തിൻ്റെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ദൈവരാജ്യം വളരാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ താഴോട്ടൊന്ന് വായിക്കാവോ? എൻ്റെ സൗണ്ട് ഇച്ചിരി പതറുന്നുണ്ട്, കുഴപ്പമില്ലല്ലേ?
നിങ്ങൾ ഈ വാർത്ത ഓർക്കുന്നുണ്ടോ ഞാൻ എന്താന്ന് പറഞ്ഞെന്നുള്ളത്? എന്നായിരുന്നു, ഓർമ്മയുണ്ടോ? മുന്നോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? വിശേഷാൽ. ഒന്ന് വായിച്ച പോന്നാലൊന്ന്. രണ്ടർത്ഥമാണ്. ഏണസ്റ്റ്ലി ഡിസയർ എന്നുള്ള വാക്കും പിന്നെ നമ്മൾ അതിന്റെ വേറൊരു വാക്ക് പറഞ്ഞു. എന്തായിരുന്നു അത്? ബേൺ ചെയ്യുക എന്നതിന്റെ അർത്ഥം. കൃപാവരങ്ങളെ പറ്റി ആഗ്രഹിക്കുക എന്നുള്ളതല്ല, പകരം അത് ബേൺ ചെയ്യുക. ആഗ്രഹത്തോടെ വളരെ തീവ്രമായ രീതിയിൽ എന്ത് ചെയ്യണം? കൃപാവരങ്ങളെ ബേൺ ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൃപാവരങ്ങളെ നമ്മൾ ബേൺ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? പ്രയോജനപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് കുറച്ച് വാക്യം വന്നിട്ട് അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇന്നൊരു അപ്പോസ്തലനായ പൗലോസ് ലീഗ തിമത്തിയോസിനോട് പറയുന്ന ചിലൊരു ഭാഗമാണ്. തിമത്തിയോസിന്റെ ലേഖനം 1 തിമത്തിയോസ് അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ എന്ത് ചെയ്തത്? ഉപേക്ഷയായി അഭിവൃദ്ധിക്ക് ഒന്നുകൊണ്ടെന്ന് വായിക്കാം ഉറക്കെ സിസ്റ്ററെ. മൂപ്പന്മാരുടെ കൈവപ്പോട് കൂടെ അതിന്റെ 15-ാമത്തെ വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിക്കില്ല, മിനിസ്റ്റർ മലയാളത്തിലൂടെ വായിക്കണേ. സിസ്റ്ററിന്റെ മലയാളത്തിലൂടെ ഒന്ന് വായിച്ചാക്കോ. ആ ആ ആ ആ നിങ്ങൾ കണ്ടോണം. അപ്പൊ നിങ്ങളുടെ അകത്ത് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി വിചാരിക്കാതെ. ഉപേക്ഷയായിട്ട് എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. ഞാൻ ഈ വേർഷൻ ഒന്ന് വായിക്കാവോ? അതിന്റെ 15-ാമത്തെ വാക്യം. ഈ വേർഷൻ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. തിമോത്തി ചാപ്റ്റർ 4:15. അതൊന്ന് ഉറക്കെ വായിക്കാവോ? പ്രാക്ടീസ് ദീസ് തിങ്സ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റേ വേർഷനിൽ എന്താ കൊടുത്തേക്കുന്നത്? എന്ത് വരുന്നു? വേർഷനിൽ കൊടുത്തേക്കുന്നത് നോക്കി, വ്യത്യാസം കണ്ടോ? ഇതിൽ കൊടുത്തേക്കുന്ന വാക്ക് പ്രാക്ടീസ് ചെയ്യുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ കൃപാവരങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എന്താ ഈ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ പ്രാക്ടീസ് ദീസ് തിങ്സ്, അല്ലെ, ദീസ് തിങ്സ് പറഞ്ഞാൽ നിങ്ങളിൽ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ഉപേക്ഷയായിട്ട് എന്ത് ചെയ്യരുത്? അപ്പൊ ഞാൻ ആരെങ്കിലും കൃപാവരത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കൂ? പിന്നെ എന്തുകൊണ്ടാ പൗലോസ് അങ്ങനെ പറഞ്ഞത്? ഉപേക്ഷയായി വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? എവിടേക്കോ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. ഫാൻ ഇൻടു ഫ്ലെയിം, അല്ലേ? നീ അതിനെ ശരിക്കും എന്ത് ചെയ്യണം? അത് നീ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രവൃത്തി തലത്തിലേക്ക് എന്ത് ചെയ്യണം? ഒരു സ്തോത്രം പറഞ്ഞേ. പ്രവൃത്തി തലത്തിലേക്ക് കൃപാവരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇപ്പൊ നമുക്കൊരു ഉദാഹരണമായിട്ട് ഞാനിപ്പം ലിലി സിസ്റ്ററിനെയും ലിം സിസ്റ്ററിനെയും ബെന്നി ബ്രദർ നമുക്കൊരു സ്ഥലത്തോട്ട് വിടാം. 12 കൊല്ലമായിട്ട് രക്തസ്രവക്കാരിയായ ഒരു വീട്ടിലോട്ട് യേശു ഇപ്പൊ അയക്കാൻ വേണ്ടി പോവാ. ഓർത്തോണം, നിങ്ങളിപ്പോ എവിടെ പോവാണ്? 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇവർ 3 പേരും കൂടെ യേശുവിലേക്ക് ഇവരെ ചർച്ചിലോട്ട് വിളിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. നമ്മുടെ ചർച്ചിലോട്ട് വിളിക്കാൻ വേണ്ടി പോവാം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവിടെ വചനത്തിന് വാക്കിയെടുക്കണ വാക്യം മർക്കോസിലും ലൂക്കോസിലും പറയുന്നത്, ഏറിയ വൈദ്യന്മാർ ലേഖ സഹിച്ചിട്ടും ഒന്നും ഭേദം വരാത്തൊരു സ്ത്രീ. പലതും അവൾ കൊടുത്തു, വിറ്റിട്ടും എന്ത് ചെയ്യുന്നില്ല, അവൾക്ക് മാറ്റം വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സഹോദരരുടെ വീട്ടിലോട്ട് ഇവർ 3 പേരും ചെല്ലുക. എന്തിനു വേണ്ടിയാണ്? സൺഡേ വീട്ടിലോട്ട് ക്ഷണിക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവളുടെ ബ്ലീഡിംഗ് ആണ് രോഗം.
ഇന്നത്തെ പോലെ നമുക്കറിയാം സ്ത്രീകൾ ഉപയോഗിക്കുന്ന പോലെ പാടുകളും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം വസ്ത്രം ഇങ്ങനെ ബ്ലീഡിങ് 12 വർഷമായിട്ട് ഇത് അസുഖം. അപ്പൊ ആ വീടിന്റെ അകത്ത് എന്തിന്റെ സ്മെല്ല് കാണും? ബ്ലഡിന്റെ. ഒരു രോഗത്തിന്റെ ഏറിയ വൈദ്യന്മാരുടെ കുറിപ്പടികളും ആ മരുന്നിന്റെ ബോട്ടിലുകളും പല രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഭവനത്തിന്റെ അകത്തുണ്ട്. സ്ഥലത്തും വിറ്റ് പെറുക്കിയാണ് ട്രീറ്റ്മെന്റ് ഉള്ളതെല്ലാം വിറ്റ് നടന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വാടകയ്ക്കായിരിക്കാം. അപ്പൊ അവൾ രോഗിയാണ്. അവള് സ്വന്തമായിട്ടെല്ലാം വിറ്റ് പെറുക്കിയതുകൊണ്ട് ചിലപ്പോൾ വീട് കാണത്തില്ലായിരിക്കാം. അപ്പൊ ഫിനാൻഷ്യലി ടൈറ്റ് ആയിരിക്കാം. പെട്ടെന്ന് ബെന്നിബദറിന്റെ ഒരു ആഗ്രഹം, എന്തായാലും വന്നതല്ലേ, ആ വീട്ടിലൊരു ചായ കുടിക്കാൻ ഒരാഗ്രഹം. ചോദിച്ചോട്ടെ, സഹോദരിക്ക് പാല് മേടിക്കാൻ പൈസയുണ്ടോ? ഇല്ല. കാര്യം എല്ലാം വിറ്റ് പെറുക്കി ശാരീരികമായിട്ടും രോഗം, മാനസികമായിട്ട് തളർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയോട് പറയുക, സൺഡേ ഞായറാഴ്ച വാ, കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞാൽ അവര് വരുവോ? വരത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ മൈൻഡ് അവളെ കാണുമ്പം നമ്മുടെ അകത്തൊരു മനസ്സലിവ് വരുന്നുണ്ടോ? ആ അവസ്ഥ കണ്ട് ആ അവസ്ഥക്കകത്തുനിന്നും അവളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരാള് യേശുവാണ്. രണ്ടാമത്തെ ആള് യേശുവിലുള്ള ആളാണ്. യേശു പറഞ്ഞു, ഞാൻ പോകേണ്ട ഇടങ്ങളിലേക്ക് നിങ്ങളെ അയക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ അവിടെ ചെന്നിട്ട്, ഇനി ശ്രദ്ധിച്ചോണം, അവിടെ ചെന്നിട്ട് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്തസ്രാവം എന്ത് ചെയ്യട്ടെ? നിക്കട്ടെ. രോഗം മാറുന്നില്ല. രോഗം എന്ത് ചെയ്യുന്നില്ല? അപ്പൊ നിങ്ങൾ ഉടനെ പറയും, കർത്താവ് എന്തുകൊണ്ട് രോഗം മാറിയില്ല? കാരണം നിങ്ങൾ രോഗം മാറാനാ പ്രാർത്ഥിച്ചത്. പക്ഷെ ബൈബിൾ പറയുന്നു, അവൾ യേശുവിനെ തൊട്ടപ്പോൾ ബാധ അവളെ വിട്ടുപോയി. അപ്പൊ എന്തായിരുന്നു അവളുടെ പ്രശ്നം? ബാധയായിരുന്നു. നിങ്ങൾ അവിടെ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെയാണ് കൃപാവരങ്ങളിലെ ഒരു വരവുണ്ട്, ഡിസേണിങ് സ്പിരിറ്റ്. അതിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ്, വിവേചനത്തിന്റെ വരം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ കൃപാവരം പ്രാക്ടീസ് ചെയ്യാന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ വിവേചിക്കണം, ഇതെന്താണ് കാരണം. നമ്മൾ അതാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയല്ലേ, ഓർമ്മയുണ്ടോ? ആ 2-3 കൃപാവരങ്ങളെ പറഞ്ഞു നിർത്തിയിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. വിവേചനത്തിന്റെ വരം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് തുറന്ന് വലിയ പ്രതിസന്ധിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി, അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തെ തമ്പുരാൻ വെളിപ്പെടുത്തി. അവർക്കെതിരെ നിൽക്കുന്ന ഒരു വിഷയം, ഒരു മെയിൻ വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയത്തിന്റെ കാരണക്കാർ ഗൂഢാലോചന ചെയ്ത വീട്ടിലെ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തി. അവിടെ അവർ പറഞ്ഞു, അതെന്റെ കസിനാണ്, ഇന്ന കാരണങ്ങളാന്ന് പറഞ്ഞു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവം എല്ലാം വെളിപ്പെടുത്തില്ല. അപ്പൊ ഇത് വെളിപ്പെടുത്തി നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്തപ്പം ഇന്നലെ ഞാൻ ന്യൂസ് കേട്ടു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ കിടന്നൊരു വ്യക്തിയാണ്, വെന്റിലേറ്ററിൽ ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവാ, ആള് മിണ്ടുന്നുമില്ല, അനങ്ങുന്നുമില്ല, ഒന്നുമില്ല. ഓഫ് ചെയ്യാൻ വേണ്ടി പോയ ആള് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്ത് പെട്ടെന്ന് റിക്കവറായി. ആള് സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞത് എന്തുവാ, മിറക്കിളാണോ? കണ്ടോ, ഇപ്പുറത്തൊരു ഡെലിവറൻസ് നടന്നപ്പം കണ്ടോ, വെന്റിലേറ്ററിന്റെ അകത്തൊരു വിടുതല്. കൃപാവരങ്ങളെ ഉപേക്ഷയായിട്ട്, ഉറക്കെ പറഞ്ഞ കൃപാവരങ്ങളെ. അപ്പൊ ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലെ ചില ബാധകളെ ബ്രേക്ക് ചെയ്യുവാൻ വിവേചനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പൗലോസ് പറയും, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ, ഉറക്കെ വായിച്ചു, മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ, നിന്നിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും, നിന്റെ അഭിവൃദ്ധി എന്ത് ചെയ്യണം? എല്ലാവർക്കും പ്രസിദ്ധമായി. പൗലോസിന്റെ അഭിവൃദ്ധി, തിമോത്തിയോസിന്റെ അഭിവൃദ്ധി എന്തുവാ? എന്താ തിമോത്തിയോസ് നിന്റെ അഭിവൃദ്ധി. ഇംഗ്ലീഷ് ആ വാക്യം വായിക്കുക, അഭിവൃദ്ധി എന്നുള്ള, അതായത് തിമോത്തിയോസ് നിന്റെ പ്രോഗ്രസ് അഥവാ നിന്റെ വളർച്ച എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളോട് ചോദിക്കാം, ബെന്നി ബദർ വിശ്വാസിയാന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ഓഫീസർക്കാർക്ക് അറിയോ? ജോലി ചെയ്യുന്നിടത്ത് എങ്ങനെ അവർക്ക് മനസ്സിലായി ബെന്നി ബദർ വിശ്വാസിയാന്ന്? ബെന്നി ബദർ അങ്ങോട്ട് പറഞ്ഞല്ലേ? അല്ല, അവര് നമ്മൾ ചോദിച്ചു ക്രിസ്ത്യൻ ആണെന്ന് ചോദിച്ചു, അതെ ബിലീവ് അല്ലേ, അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ലെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, ആണ് എനിക്ക് സൺഡേ മീറ്റിംഗ് ഉണ്ട്, വരാൻ പറ്റത്തില്ല. അപ്പൊ ചോദിക്കും, എന്നാ സൺഡേ, ഞാൻ ബിലീവറാണ് അല്ലേ? നമ്മൾ അങ്ങനെയാണ്. പക്ഷെ പൗലോസ് പറയാം, നിന്റെ അഭിവൃദ്ധി, ആ വാക്ക് എന്തിനാണ്? പ്രോഗ്രസ് എന്ത് ചെയ്യണം? എല്ലാരും നിന്റെ പ്രോഗ്രസ്.
അത് തിമത്തിയോസ് എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിൽ പറഞ്ഞ പ്രവാചകൻ, ഒരു കാലല്ലേ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. കണ്ടോ? തിമത്തിയോസ് എന്ന് കേൾക്കുമ്പോ തന്നെ അവർ പറയും, ആ പ്രവാചകനാണോ? നിന്റെ ആ അഭിവൃദ്ധി എന്ത് ചെയ്യണം? അപ്പൊ എന്ത് പ്രവാചകനാ? യേശുവിന്റെ പ്രവാചകൻ. എന്തുവാ യേശുവിന്റെ പ്രവചനം? ബന്ധിതരെ മോചിപ്പിക്കുന്ന രീതിയിൽ അവനിലൂടെ ദൈവം സംസാരിക്കും. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. അപ്പൊ ഇവർ രക്തസ്രവക്കാരുടെ വീട്ടിൽ നിന്ന് ഇവർ 3 പേരും വന്നിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ അന്തരീക്ഷം എന്താണ്? അവിടുത്തെ അന്തരീക്ഷം എന്താണ്? രക്തത്തിന്റെ മണമുണ്ട്, ചായയും കാപ്പിയും ഒന്നും കിട്ടത്തില്ല. പുള്ളിക്കാരി എപ്പോഴും കരച്ചിലാണ്, മാനസികമായും ശാരീരികമായും തളർന്ന്. നമുക്കറിയാം, ഞാൻ ഇതിന്റെ ചരിത്രം പഠിച്ചപ്പോഴേക്കും ഈ ഏറിയ വൈദ്യന്മാരെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡോക്ടർമാരൊന്നുമല്ല, നല്ല ഇരുമ്പ് പഴിപ്പിച്ച് ദേഹത്ത് വെക്കും, ബാധ വിട്ടുപോകാൻ വേണ്ടി ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇതും സഹിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഏറിയ വൈദ്യന്മാരാൽ ഏറെ സഹിച്ചു എന്നൊരു പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പൊ ഈ സഹോദരൻ ഞായറാഴ്ച വാ, ഉടനെ ഇവർ രണ്ടുപേരും പറയുക, സഹോദരി പ്രാർത്ഥന, അവർ എൻ്റെ സഹോദര പ്രാർത്ഥനയ്ക്ക് വരാൻ പോയിട്ട് ഒരടി നടക്കാൻ പോലും എനിക്ക്. അപ്പം നമ്മൾ പറയും, ഇതൊന്നുമല്ല സഹോദരി കാര്യം, ഈ രോഗസൗഖ്യത്തിലൊന്നുമല്ല കാര്യം എന്ന് പറഞ്ഞാൽ സഹോദരി ആരാധനയ്ക്ക് വരുമോ? കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ജാതികളുമായിട്ട്. അതുകൊണ്ട് നമ്മൾ പറയും ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ആ രക്തസ്രവക്കാരുടെ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇതിലൊന്നും അല്ല? പറയാൻ ധൈര്യമുണ്ടോ? എൻ്റെ സഹോദരി രോഗസൗഖ്യത്തിലാണ് വലിയ കാര്യം, പറ്റുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ? പറയാൻ പറ്റുമോ നമുക്ക്? ഈ അത്ഭുതത്തിൽ വല്ലതും ആണോ കാര്യം? പറയാൻ പറ്റുമോ? ഈ പ്രവചനത്തിൽ വല്ലതും ആണോ കാര്യം? നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ആത്മഭാരമുള്ളവന് പറയാൻ കഴിയത്തില്ല. അവന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ബാധയിൽ നിന്നും. അതാണ് യോഹന്നാൻ മരിച്ചെന്നറിഞ്ഞിട്ട് പോലും ജനത്തെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നി. യേശു നോക്കാം മുടന്നിങ്ങനെ ഇടങ്ങി വരിക. ഉടനെ യോഹന്നാൻ പറയാം, വീട്ടിൽ പോ. യേശു മനസ്സ് തളർന്നിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. യേശു പറഞ്ഞു, വീടാ വരെ. കണ്ടോ? വീടാ വരെ. കാര്യം അവരോട് അവന് മനസ്സലിവ് തോന്നുക. ഇതിന്റെ പേര് ആത്മഭാരം. ഇതില്ലാത്തവൻ ഇതെല്ലാം കുറ്റവാ. ഒരു ഹാലല്ലേ പറഞ്ഞേ. എൻ്റെ ലൈഫിനെ ടേൺ ചെയ്ത ഒരു സ്ഥലമാണ് വൈക്കത്ത് ഉല്ലൽ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഈ നാട്ടിലൊക്കെ ഭയങ്കര ഫയർ മീറ്റിങ്ങിന്റെ ആ ഒരു മൂഡിൽ നടക്കുന്ന സമയത്താണ് ഒരു ബ്രദർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എന്നോട് പെയിന്റിങ് പണിക്ക് പോകുന്ന സഹോദരന്മാർ അവിടെയുണ്ട്, അവർ വിശ്വാസിലല്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല ഇത് മതത്തിലെന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥന വെച്ചാൽ വരും, നമ്മൾ എവിടെ പോലും റെഡിയാ, ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകും അതുമായിട്ട്. അപ്പോൾ ഞങ്ങൾ 3-4 സഹോദരന്മാർ അവിടെ പോയിട്ടുണ്ട്. ഭയങ്കര അന്യഭാഷയും ഭയങ്കര നമ്മളിങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ഭയങ്കര ആരാധനയും പാട്ടും. ഇവരിങ്ങനെ ഇരിക്കുക. ഞങ്ങൾ അന്യഭാഷ പറയുമ്പോഴേക്കും ചിരിക്കും അവർ. കാര്യം അവരാദ്യമായിട്ടാണ് അന്യഭാഷ പ്രാർത്ഥന, അവരാദ്യമായിട്ടാണ് ഇതിങ്ങനെയുള്ള. നമ്മൾ കിടന്ന് ഭയങ്കര ആരാധിക്കുമ്പോൾ, അതായത് സഭയില് ആളുകൾ ആരാധിക്കുന്ന അതേ പ്രസംഗം ഇവിടെ വന്നിട്ട് അനങ്ങുന്നില്ല. എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര സങ്കടവും ശൂന്യതയും, ഞാനൊരു നഗ്നനാന്നുള്ള ഫീലിങ്ങിലേക്ക് എന്നെ കൊണ്ടുപോയി. ജനം പ്രതികരിക്കുന്നില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ഉള്ളൊരു പ്രേരണ വന്നു. കർത്താവ് ഒന്ന് വ്യക്തിപരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അവർക്ക് മുട്ടിന് തേയ്മാനമായിട്ട്. അന്ന് ഞാൻ ഓർക്കുക, പുള്ളിക്കാരിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം അവരെ ആദ്യം തൊട്ടു. അങ്ങനെ ഓരോരുത്തരെ ദൈവം തൊട്ടു. അവരിങ്ങോട്ട് പറഞ്ഞു, വീണ്ടും ഞങ്ങൾക്ക് പ്രാർത്ഥന വേണം. ഒരു ഹാലലി പറഞ്ഞാട്ടെ. കണ്ടോ? അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവർ സീരിയസ് ആയി. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. കൃപാവരങ്ങളെ ഉപേക്ഷയായിട്ട് ഒരു ഹാലലിയെ പറഞ്ഞേ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ജാതികളോട് മിണ്ടുന്നില്ല എങ്കിൽ, നിങ്ങൾ ജാതികളിലേക്ക് സുവിശേഷമായി പോകുന്നില്ല എങ്കിൽ, നിങ്ങൾ പറയും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? പിശാചിന്റെ തന്ത്രം മനസ്സിലായില്ലേ? നിങ്ങൾ ഇവിടെ കുടുങ്ങണം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? സർക്കിളിൽ കിടക്കണം. സർക്കിളിന്റെ പുറത്താണ് നമുക്ക് വേണ്ടയുള്ള ആൾക്കാർ. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ആമീൻ. ആ ബാക്കി ഒന്ന് വായിച്ച. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിനക്കുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി. എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇനി പോകുന്നില്ല. ആ കൃപാവര ശുശ്രൂഷകളുടെ തുടക്കത്തിൽ പോകുന്നില്ല, കണ്ടിന്യൂസ് പോവാണ്. പിന്നെ നമ്മൾ ബാക്കിൽ പോകേണ്ടി വരും. നമുക്കൊരു മത്തായിയുടെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കാവോ? മത്തായി 8:22. ആ 8:12.
ആ വായിച്ചോ. 22. സോറി, മർക്കോസ് 8:22 ആണേ. മർക്കോസ് ആണേ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 22 ആണേ. ആ ആ ആ ആ ആ ആ ആ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യം എടുത്തായിരുന്നോ? ഇല്ല. ഇനി ശ്രദ്ധിച്ചോണേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിന്റെ ശുശ്രൂഷ വളരെ ശ്രദ്ധിക്കണം. എന്റെ ചോദ്യം, ഈ രോഗസൗഖ്യത്തിലൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞാൽ മത്തായി, ലൂക്കോസും മാർക്കോസും മുഴുവൻ യേശു ഇത് എന്തുവാ കണ്ടോ? അപ്പൊ യേശു ചെയ്തത് ശരിയോ തെറ്റോ? ഞാൻ പറയുന്നത് ശരിയല്ല. കർത്താവ് ഇതിന് ഇതെല്ലാം ചെയ്യുന്നത്? സുവിശേഷം പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരെ. ഒരു കാലിൽ പറഞ്ഞാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ പരിശുദ്ധാത്മാവിൽ നമ്മളൊരു വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ഈ വിവേചനാത്മാവ് പ്രവർത്തിക്കുന്നില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലതും മനസ്സിലാകാത്തത്. ഇത് ആക്റ്റീവ് ആകുന്നില്ല. യേശു ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ബെത്സൈദയിൽ വെച്ച് എന്ത് ചെയ്തു? അവനെ തൊടാൻ ശിഷ്യന്മാർ, കർത്താവ് ഈ പാവം മനുഷ്യൻ ഒന്ന് എന്ത് ചെയ്യണം? അവനെ ഒന്ന് തൊടണം. യേശു അവനെ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം. എവിടുന്നാ കൊണ്ടുപോയത്? എൽശാമിൽ നിന്നും കർത്താവ് അവനെ പുറത്തു കൊണ്ട്. അടുത്ത എൽശാം കഴിഞ്ഞ പിന്നെ ഈസ്റ്റാമാണ് അല്ല, എൽശാം കഴിഞ്ഞ പിന്നെ എന്തുള്ളത്? അടുത്ത ബസ് സ്റ്റോപ്പ് ഹെല്ലിങ്ങിലോട്ട് കൊണ്ടുപോയി. ഹെൽശാമിൽ നിന്നും ഊരിന്റെ, അതായത് ബെത്സദയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? ഹെൽശാമിൽ നിന്ന് എവിടെ കൊണ്ടുപോയി? ഹെല്ലിങ്ങിലേക്ക് കൊണ്ടുപോയി. വായിച്ചു. അവന്റെ കണ്ണിൽ യേശു തുപ്പി, അവന്റെ മേൽ കയ്യും കൂടെ വെച്ചു. നീ വല്ലതും കാണും. അപ്പൊ ജന്മനാ കാഴ്ചയില്ലാത്തവനാണേ. അവൻ മുകളിലോട്ട് നോക്കി. എന്റെ ചോദ്യം, അവന് കാഴ്ച കിട്ടിയോ? കിട്ടിയെങ്കിൽ മനുഷ്യൻ മരം പോലെയാണ് ഇരിക്കുന്നത്. മനുഷ്യന്റെ ഷേപ്പ് മരവുമായിട്ട് എന്തോ സാമ്യമുള്ളത്? അവൻ പറയുന്നത് മരങ്ങളെ പോലിരിക്കുന്ന മനുഷ്യന്മാര്. നമ്മൾ തുള്ളിച്ചാടി. യേശു അവന്റെ കണ്ണ് തുറന്നു. ഞാൻ പറയുന്നില്ല. മനുഷ്യനെ പോലെയാണോ മരം ഇരിക്കുന്നത്? അവൻ പറയുന്നത് എന്തുവാണ്? ഈ മരം പോലെ എന്ത് ചെയ്യുന്ന മനുഷ്യൻ. അപ്പൊ പത്രോസും ശിഷ്യന്മാരും കൈ അടിച്ച് കർത്താവ് കൊണ്ടു തരും. കർത്താവ് എന്ത് ചെയ്തു? വായിച്ച്. പിന്നെയും സൗഖ്യം കിട്ടിയെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുവോ? ഇല്ല. അതിന്റെ അർത്ഥം എന്തുവാ? പുള്ളി കിട്ടിയില്ല. പുള്ളി ചുമ്മാ എന്ത് ചെയ്താ? മരം പോലെ കാണുന്നു. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവന് കാഴ്ച. നിങ്ങൾ നോക്കി, യേശു രണ്ടാമതും പ്രാർത്ഥിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് കണ്ടില്ലേ പറയും എന്റെ കൃപയില്ല, കൃപാവരമില്ല. യേശു രണ്ടാമതും പ്രാർത്ഥിക്കുക. അപ്പൊ യേശു ആദ്യം പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തില്ല? സൗഖ്യം നടന്നില്ല. രണ്ടാമത് യേശു എന്ത് ചെയ്യുക? ഇനി ശ്രദ്ധിച്ചോണേ. രണ്ടാമത് യേശു പ്രാർത്ഥിച്ചു. റിപ്പീറ്റ് ചെയ്തു. അവൻ എന്ത് ചെയ്തു? അടുത്ത വാക്യം വായിച്ചു. കണ്ടോ? ഇപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? ക്ലിയർ ആണ്. ഞാൻ ഇംഗ്ലീഷ് വാക്യം വായിക്കതോ? ഇപ്പൊ അവൻ എങ്ങനെയാ കണ്ടത്? ഓക്കെ. ഇപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? ഈ സോ എവരിത്തിങ് ക്ലിയർലി. ഇപ്പോഴാണ് പുള്ളിക്ക് കറക്റ്റ് കിട്ടിയത്. ഒരു കാലിലേ പറഞ്ഞാട്ടെ. അടുത്ത വാക്യം വായിച്ചേ. ഇംഗ്ലീഷ് വായിച്ച. അവന് ഊരിൽ എന്ത് ചെയ്യരുത്? എന്താ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത്? മത്തായി 11:21 വായിക്കാവോ? മത്തായി 11:21. എന്തുകൊണ്ടാണ് കർത്താവ് പറയും മേലാൽ ഇൽശാമി കയറരുത്, ഗില്ലിങ്ങിലോട്ട് പൊക്കോണം? 21 വായിച്ചു. കോരിസെ അതിന് കണ്ടോ? ഇതാണ് ബേത്സൈദയുടെ കുഴപ്പം. ഇതാ ഇവിടെ ഉള്ളവന്മാരുടെ പ്രത്യേകത. ഇവിടെ പറയാണ്, കോരിസേ നിനക്ക് അയ്യോ കഷ്ടം, ബേത്സൈദേ നിനക്ക് അയ്യോ കഷ്ടം. ഇവിടെ നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നെങ്കിൽ
എന്റെ ദൈവമേ, സോരിലും സീതോട് നടന്നിരുന്നെങ്കിൽ ആ ദുഷ്ടന്മാർ എന്ത് ചെയ്തേനെ? അപ്പൊ ഈ ബേസതയിൽ നിന്നുള്ള ആൾ ആര്? കുരുടൻ. ഇവനെ യേശു ആദ്യം എവിടുന്ന് പുറത്തെടുത്തു? ഈ പട്ടണത്തിൽ നിന്ന് ആദ്യം പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ഈ പട്ടണത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്തുവാ? ഇവരവിശ്വാസികളാണ്. ഇണയില്ലാപ്പണ കൂടാൻ അതുകൊണ്ട് യേശു താഴെ പറയുന്നു, സൗഖ്യം കിട്ടിയിട്ട് പറയാം, മേലാൽ എന്ത് ചെയ്യരുത് ആ പട്ടണത്തിലോട്ട്. ചില കൂട്ടുകെട്ടി പോർത്തോ കൃപാവരങ്ങളെ ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? കൃപാവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുവാൻ ആഗ്രഹം യേശു ചെയ്ത് കണ്ടോ? കർത്താവ് അവന് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു. യേശു കണ്ണുറക്കട്ടെ, കണ്ണ് തുറന്നപ്പോ കർത്താവ് മനസ്സിലായി ഇതിന്റെ സംഭവം എവിടുന്നാ? ഇതിനൊരു കാരണമുണ്ട്. ആദ്യം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, രണ്ടാമത് പ്രാർത്ഥിച്ച് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കണം. എന്തുകൊണ്ടാ സൗഖ്യം നടക്കുന്നില്ല? മനുഷ്യന് മനസ്സിലായി നടക്കാത്തതിന്റെ കാരണം ഇവൻ നിൽക്കുന്ന പട്ടണമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പട്ടണത്തിലുള്ളവരെല്ലാം അവിശ്വാസികളാ. എത്ര അത്ഭുതം കണ്ടാലും പറയും, ഓ ഇതൊക്കെ തട്ടിപ്പാ, ഇതൊക്കെ ചുമ്മാ മാജിക്കാ, വേറെ പണിയൊന്നുമില്ലേ എന്നും പറഞ്ഞ് ഇവനെ ആ ദേശക്കാരെ പറ്റി യേശു തന്നെ പറയുകയാണ്, ഇവർ കയ്യോ കഷ്ടം. ഇവരിൽ നടന്ന അത്ഭുതങ്ങൾ നേരത്തെ എവിടെ നടന്നിരുന്നെങ്കിൽ? സോരിലും സീദോണിലും നടന്നിരുന്നെങ്കിൽ അവര് മാനസാന്തരപ്പെട്ട. യേശു പറയുവാണ്. അപ്പം നിങ്ങൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ വിവേചന ആത്മാവിനെ പ്രവർത്തിപ്പിക്കണം. ഇല്ലെങ്കിൽ ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, ഇതെൻ്റെ അകത്തില്ല. പിന്നെ ഇത് കിട്ടാൻ വേണ്ടി എന്ത് വെച്ചാൽ, എനിക്ക് പണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്നെന്നല്ല, എൻ്റെ ഒരു ചെറുപ്രായം എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ പ്രായമല്ല. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ആദ്യം പോയ സഭയിലെ ദേവദാസൻ 40-50 ഒക്കെ ഉപവസിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനിത് ഓർക്കാൻ കാരണം, എൻ്റെ കസിൻ അവർ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പാസ്റ്റർ എപ്പോഴും വരും, ദേവദാസൻ വരും. കാര്യം ഈ ആൻറ്റി ലസ്സിയോ ഈ തൈര് കൊണ്ടുള്ള യോഗട്ട് ഉണ്ടാക്കുന്നത് ലസ്സി നോർത്ത് ഇന്ത്യയിൽ അവരുണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ഇത് 45 ദിവസവും 40 ദിവസമൊക്കെ ഈ ദേവദാസൻ ഇതാ കുടിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കസിനായതുകൊണ്ട് അപ്പോൾ അവിടുത്തെ അങ്കിള് ഞങ്ങളെ വന്ന് കൊണ്ടുപോകായിരുന്നു. അപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് ഈ ദേവദാസൻ വരുന്നു. അപ്പം ഇത് ഒരു 20 ദിവസമൊക്കെ ഉപവാസം ഇരിക്കുമ്പോൾ ശരീരം ടയേർഡ് ആകുമ്പോൾ ഈ ലസ്സി ഉണ്ടാക്കി തരും ഈ ആൻറ്റി നന്നായിട്ട്. അത് മാത്രമേ വേറൊന്നും ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ ഇത് കുടിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾക്കും തരും അതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പം എൻ്റെ ആഗ്രഹം മൊത്തം പാസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം? ഉപവസിക്കണം. അന്ന് ഈ ആൻറ്റി ഇത് ഉണ്ടാക്കത്തുള്ളൂ സ്പെഷ്യലായിട്ട് ഈ തൈര് കൊണ്ട്. ആ പ്രായത്തിൽ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, എനിക്ക് അതിൻ്റെ പേര് പോലും കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ സാധനം ഇത് കുടിക്കാൻ വേണ്ടി പാസ്റ്റ് വരും. അപ്പോൾ പാസ്റ്റ് അന്ന് പറഞ്ഞു രോഗശാന്തി വരം കിട്ടാൻ വേണ്ടി ഈ പ്രാവശ്യത്തെ ഉപവാസം. അപ്പോൾ ഇത് ഞാൻ കേട്ടു. അപ്പോൾ പാസ്റ്റ് ലസ്സി കുടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം 41-ാം ദിവസം പാസ്റ്റ് എന്ത് ചെയ്യും? സാവയിലെ മുടന്തൻ ഓടും ചെകിടം കേൾക്കും, ഭയങ്കര സംഭവം. 41-ാം ദിവസമായിട്ട് എനിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ഉപവാസം കൊണ്ട് പ്രഖ്യാപിച്ചു, അടുത്ത ഭൂതശാന്തി വരം. അപ്പം ഞാൻ തിരക്കിയപ്പോഴാണ് മനസ്സിലായത്, ഓർമ്മ വെച്ച കാലം മുതൽ പാസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 40-60 ഒക്കെ ഓടിക്കൊണ്ടിരിക്കുക. ഒരു സ്വത്രം പറഞ്ഞാണ്ട് ലസ്സി തീരുന്നതല്ലാതെ രോഗസൗഖ്യമൊന്നും കാണുന്നില്ല. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. അപ്പം എൻ്റെ ചിന്ത, ദൈവം എന്ത് ഇത്രയും കഷ്ടപ്പെടുന്ന ഈ ദൈവദാസൻ, ഇത്രയും അദ്ദേഹം ആ സമയത്തും ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നുണ്ട് ഈ ഇതൊക്കെ വെച്ചുകൊണ്ട്, എന്തുകൊണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ അകത്ത് വെളിപ്പെടുന്നില്ല? ഇന്നും ആ ദൈവദാസൻ ഒന്ന് വേണം. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാനല്ല. അന്ന് എൻ്റെ മനസ്സിൽ നമുക്കുള്ള ചില ചോദ്യങ്ങളുടെ പുറകെ നമ്മൾ പോകണം. ഒരു കാലിൽ പറഞ്ഞു, ഒരു ചോദ്യങ്ങളുടെ പുറകെ നമ്മൾ പോകണം. ഒരു കാലിൽ പറഞ്ഞാട്ടെ, അഡ്ജസ്റ്റ്മെന്റ് നടക്കരുത്. അന്ന് എൻ്റെ അകത്ത് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോഴേക്കും ശിഷ്യന്മാർ വെറുതെ പോയിട്ട് എന്ത് ചെയ്യും? ആൾക്കാരെ എണീപ്പിക്കുക. ബൈബിൾ വായിച്ചപ്പോൾ യേശു വെറുതെ ലൂക്കോസിൽ 10 വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? ലൂക്കോസ് 10 പറയുന്ന വാക്കെടുക്കാവോ? നിങ്ങൾ പുറപ്പെട്ട് പട്ടണത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളെ ഈ രണ്ടായിട്ട് അയക്കുന്നു. നിങ്ങൾ പോകുന്ന പട്ടണങ്ങളിൽ പോയിട്ട് നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിപ്പിച്ചു നിന്നും അവിടെ ചെല്ലുമ്പോഴേക്കും രോഗികളെ എന്ത് ചെയ്യണം? ആ വാക്ക് വെച്ചു ലൂക്കോസ് 10:1. ആ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, താൻ ചെല്ലുവാനുള്ള അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏത് വീട്ടിലെങ്കിലും ഏത് വീട്ടിൽ ചെന്നാലും കേട്ടോ, നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? ബെന്നിബറും ലിംസിസ്റ്ററും ലിനിയാൻറ്റി ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? രക്തസ്രാവക്കാരുടെ വീട്ടിൽ. ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം ആ വീടിന് സമാധാനം എന്ന് ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സമാധാനം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാം, അവൻ നന്മ സുവിശേഷിക്കുന്നവരുടെ കാല്
എത്ര മനോഹരം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ കാല് കുത്തുന്ന പട്ടണങ്ങളെ യഹോവ നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈ ഭവനത്തിൽ കാല് കുത്തിയാൽ യഹോവ അവിടെ ഇറങ്ങിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഈ കുടുംബത്തിൽ സമാധാനം. അടുത്തത്, അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ. അവിടെ ഒരു സമാധാനപുത്രൻ ആരാ? നിങ്ങളെ കൈക്കൊള്ളുന്ന വ്യക്തി. സഹോദര കേറി വാ, ഒരു വാക്ക് വാർത്തിച്ചിട്ട് പോവാ. ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. നിങ്ങളുടെ സമാധാനം അവന്റെ മേൽ പകരപ്പെടും. അടുത്തത്, ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അടുത്തത്, അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പി. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. അടുത്തത്, വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിൽ എങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പി. അടുത്തത്, അതിലെ രോഗികളെ അതിലെ രോഗികളെ എന്ത് ചെയ്യണം? സൗഖ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എന്റെ ചോദ്യം, രോഗസൗഖ്യം അവരിൽ ഉണ്ടോ? ഉണ്ട്. അവിടെ ചെന്നിട്ട് അവര് പ്രാർത്ഥിക്കും, കർത്താവേ ഈ രോഗിയെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണേ എന്ന് പറയണോ? ഇല്ല. പത്രോസ്ലീഹ പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. കണ്ടോ, എനിക്കുള്ളത്. കണ്ടോ, ബൈബിള് വായിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്കുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത്. ഞാൻ ഉപവാസം തെറ്റാന്നല്ല പറഞ്ഞത്, എനിക്കുള്ളതിന് വേണ്ടി ഉപവസിച്ചത് കൊണ്ടാണ് ലസ് തീരുന്നതല്ലാതെ എന്ത് ചെയ്യുന്നില്ല. എനിക്ക് പത്രോസ് പറഞ്ഞു, എനിക്കുള്ളത് നിനക്ക് എന്ത് ചെയ്യുവാ? താരുവ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ അകത്തുണ്ടെന്ന് പറ, എന്റെ അകത്തുണ്ടെന്ന് പറ. എന്റെ അകത്ത് മുടന്തനെ എണീപ്പിക്കുന്ന സൗഖ്യമുണ്ടെന്ന് പറ. എന്റെ അകത്ത് രക്തസ്രാവക്കാരിയെ വിടിവിക്കുന്ന സൗഖ്യം എന്റെ അകത്തുള്ളത്. ഇതാണ് പൗലോസ് പറഞ്ഞത്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരങ്ങളെ നീ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി നെഗ്ലക്ട് ചെയ്യരുത്. കണ്ടോ, അപ്പൊ ഈ നെഗ്ലക്ഷൻ എന്തുവാ? ഓ എന്റെ അകത്തൊന്നും ഇല്ല. ഒരു കാര്യം പറഞ്ഞാട്ടെ, എന്റെ അകത്ത് തോന്നും. ഇതാണ് നെഗ്ലക്ട് ചെയ്യുന്നത്. അടുത്ത വാക്യം വായിച്ചു. അല്ല, കൈക്കൊള്ള പട്ടണത്തിനെ പറ്റി. അല്ല, അടുത്ത വാക്യം കൈക്കൊണ്ട പട്ടണത്തെ പറ്റി പറഞ്ഞു. അവിടുത്തെ ഭക്ഷണം കഴിപ്പീൻ. എന്നിട്ട് ലൂക്കോസ്, അവിടുത്തെ ഭക്ഷണം കഴിപ്പീൻ. ഏതെങ്കിലും വീട്ടിൽ കണ്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ രോഗസൗഖ്യത്തിലല്ല കാര്യമെന്ന് നിങ്ങൾ പറഞ്ഞാൽ യേശുവിനെ അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ അവിടെ തന്നെ പറയാം, എന്റെ സഹോദര ഈ രോഗമൊന്നും പറയാം, ജോസഫ് ഈ രോഗസൗഖ്യം ഒന്നൊന്നുമല്ല. നിങ്ങൾ കൈയടിക്കുക. ആ കൈയടി ആർക്ക് പോയി? ദൈവത്തിന് പോയോ പിശാചിന് പോയോ? കണ്ടോ, ആ കൈയടി ആർക്ക് പോയി? യേശു പറഞ്ഞത് എന്തുവാ? രോഗികൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നു ഇതിലൊന്നും അല്ല, നിങ്ങൾ കൈയടിക്കുന്നു. കൈയടിയപ്പോ ആർക്ക് പോയി? കണ്ടോ, പിശാച് കൊണ്ടുപോവാ നമ്മുടെ കൈയടിയല്ല. യേശു പറഞ്ഞു, നിങ്ങൾ ബാക്കി വായിച്ചു. ദൈവരാജ്യം തൊട്ടടുത്തിരിപ്പുണ്ട് എന്ന് അവരോട് എന്ത് ചെയ്യണം? അപ്പൊ രക്തസ്രാവക്കാരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ 3 പേരും എന്താ പറയേണ്ടത്? യേശു നിന്നെ വിടുവിക്കും. അപ്പൊ കൈവച്ച ഉടനെ ഇവര് 3 പേരും പ്രാർത്ഥിച്ചു, രോഗം മാറട്ടെ, രക്തസ്രാവം നിൽക്കട്ടെ. എന്ത് ചെയ്യാതെ രക്തസ്രാവം നിൽക്കുന്നില്ല. ഉടനെ യേശു പറയും, സഹോദരങ്ങളെ മാറി നിൽക്ക്. യേശു വന്നിട്ട് പറയും, ആ രോഗബാധയോട് പറയും പോകാൻ പറയും. നമുക്കറിയാം, ബൈബിളിൽ പറഞ്ഞ വാക്യമുണ്ട്, യേശുവിന്റെ പിന്നാലെ പോയി അവളെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു, ക്ഷണത്തിൽ അവളുടെ ബാധ നിന്നു. അപ്പൊ എന്തായിരുന്നു അവളുടെ കാരണം? ബാധയായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്ത് മാറാൻ വേണ്ടിയാ? രോഗം മാറാൻ വേണ്ടിയാ. വിവേചനത്തിന്റെ ആത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ദ ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇത് ഹീലിംഗ് മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് ഉണ്ട്. പലപ്പോഴും പലരും പറയും, ബ്രദറെ ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, അവര് സൗഖ്യമായി, ഇപ്പുറത്തെ വീട്ടിൽ സൗഖ്യമായില്ല. അപ്പൊ എനിക്ക് മനസ്സിൽ എനിക്ക് എന്തോ കുറവുണ്ടെന്ന്. എന്താ കുറവെന്ന് അറിയാവോ? വിവേചനിക്കാനുള്ള കുറവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇനി വായിച്ചു. ആ പട്ടണത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണം? രോഗികൾ എന്ത് ചെയ്യണം? കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും
ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു എന്നാൽ ഇനി നേരെ താഴെ അവര് മടങ്ങി വന്നിട്ട് ഈ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. കണ്ടോ? യേശു പറയാണ് സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്തത്, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും. ഇതാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി. തിരിച്ചടി എന്നുള്ള സംഭവം ഉണ്ട് നമ്മുടെ ഇടയിൽ. ചില ഉപദേശം തിരിച്ചടിക്കത്തില്ലെന്ന് യേശു പറയാണ്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. രക്തസ്രവക്കാരുടെ ബാധ നിങ്ങളെ തൊടത്തില്ല. കുട്ടരോഗിയുടെ ബാധ നിങ്ങളെ തൊടത്തില്ല. ചിലർ പറയും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരം രോഗിയായി മരിക്കും. ഈ വിശ്വാസം കൊണ്ടാണ് ഇവൻ ആരംഭിക്കുന്നത് തന്നെ. ഇതുകൊണ്ടാണ് ആ ബാധ നേരെ കയറുന്നത്. പറയണം, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ദൈവം ഗ്യാരണ്ടി. അടുത്ത വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല. ഭൂതങ്ങൾ കീഴടങ്ങുന്ന കാര്യം അല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ. ഇത് വെച്ചിട്ടാണ് പിശാച് അടുത്തൊരായുധം ഇറക്കുന്നത്. കണ്ടോ? യേശു പറഞ്ഞത് കണ്ടോ? ഇതിലൊന്നുമല്ല കാര്യം. കണ്ടോ? അപ്പൊ നടന്ന സൗഖ്യം യേശു തുച്ഛീകരിച്ചെന്നാണ് എന്റെ അർത്ഥം? അല്ല. നമ്മൾ അങ്ങനെ പ്രസംഗിക്കണ്ട. ഇതിലൊന്നുമല്ല. യേശു പറഞ്ഞ വാക്കെടുത്ത് ലൂക്ക് അതിന്റെ തൊണ്ടല്ലോ യേശു പറഞ്ഞല്ലോ ഇതിലൊന്നുമല്ല. അതിന്റെ കാര്യം എന്താ അറിയാം? സൗഖ്യം കിട്ടിയിട്ടും അവൻ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് വന്നില്ലെങ്കിൽ അവനെ പറ്റിയാ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്തുവാ? രോഗസൗഖ്യം കൊടുത്തിട്ട് അവന് വചനം എന്ത് ചെയ്യണം? ഒരു ഹാലിൽ പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം രോഗസൗഖ്യം കൊള്ളില്ലെന്നല്ല, ഇതൊരു ഡോറാണ്. രക്തസ്രവക്കാരുടെ വീട്ടിലേക്ക് കയറുവാനുള്ള ഡോർ എന്തുവാ? അവളുടെ രോഗമാണ്. അവളുടെ സൗഖ്യത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കയറ്റുകയാണ്. മനസ്സിലാവും? അല്ലാതെ നിങ്ങൾ അവളെ എത്ര കെട്ടി വലിച്ചുകൊണ്ട് വന്നാലും ഇവിടെ മുഴുവൻ ബ്ലഡ് ആകുന്നതല്ലാതെ. നിങ്ങളിപ്പോ ഒരു വണ്ടി വിളിച്ചിട്ട് പറയാം, വെന്നിവർ പറയാം, എന്റെ കാറെ കൊണ്ടുവരും. എങ്ങനെയും കാറെ കൊണ്ടുവന്ന് സഹോദരിയെ കൊണ്ട് മുമ്പിൽ നിർത്തി 1 മണിയായപ്പോഴേക്കും നോക്കുമ്പോൾ മൊത്തം എന്തുവാ? എല്ലാ ആഴ്ചയിലും കഴുകാൻ പറ്റുമോ നമുക്ക്? എല്ലാ ആഴ്ചയിലും ബ്ലഡ് കഴുകാൻ പറ്റുമോ? അതിനേക്കാൾ എളുപ്പമല്ലേ യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയെ ഇറങ്ങി. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. പ്രാക്ടീസ് യുവർ ഗിഫ്റ്റ്. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ, നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക. ആമേൻ. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ, അതിനെ പ്രാക്ടീസ് ചെയ്യുക. ആമേൻ. ഇനി ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ഇതിന്റെ സമയം 10 മിനിറ്റ് മുമ്പോട്ടേ കുഴപ്പമില്ലായിരിക്കും അല്ലേ? ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 21 മുതൽ വായിക്കാവോ? ഞാൻ സന്ദർഭം ഒന്ന് പറയാം. യേശു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നിട്ട് നമുക്കറിയാവുന്ന വാക്കാണ്. ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ദരിദ്രന്മാരുടെ സൂക്ഷിക്കുന്ന കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്ന ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും. ഇത് പ്രസംഗിച്ചതിന് ശേഷം 21-ാമത് വാക്യം. അവൻ അവരോട്, നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. എല്ലാവരും പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. യേശുവിനോട് പറയും, എന്നാ പ്രസംഗവാ. യേശുവിന്റെ പ്രസംഗം കണ്ടപ്പോഴേ അവർ പറയാം, ഞങ്ങളുടെ റബിമാരൊക്കെ എന്ത് ചെയ്യും? കണ്ടു പഠിക്കണം. യേശുവിന്റെ പ്രസംഗത്തിൽ അവര് ആശ്ചര്യപ്പെട്ടു. അതങ്ങ് ഇഷ്ടപ്പെട്ടു യേശുവിന്. അടുത്ത വാക്യം. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക. പറയുകയാണേ, ഇത് നമ്മുടെ ഒരു ഹാലലി പറഞ്ഞ് അവര് തുടങ്ങി പരിപാടി. ഈ കോരിലും സീതോണിലൊക്കെ സംഭവിച്ച കാര്യം എന്ത് ചെയ്യുക? ഭയങ്കര പ്രസംഗമാണ്. യേശുവിനെ അങ്ങോട്ട് പുകഴ്ത്തുന്നത്. എന്നാ പ്രസംഗം! ഇത് നമ്മുടെ യോസഫിന്റെ. യേശു പറഞ്ഞ എന്തുവാ? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ ആ മശിക ഞാനാണ്. അവര് ഇതെല്ലാം കണ്ടു പറയാം, നല്ല പ്രസംഗം. പക്ഷെ നീ യോസേഫിന്റെ മകനല്ലയോ? കണ്ടോ? യേശു പറഞ്ഞത് എന്തുവാ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് അവര് പ്രസംഗം കൊള്ളാന്ന് പറഞ്ഞിട്ട് പറയാണ് ഇത് നമ്മുടെ യോസഫിന്റെ. യേശുവിന്റെ വാക്ക് കണ്ടോണേ. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക. നിന്നെ തന്നെ, നിന്റെ അവിശ്വാസത്തെ നീ ആദ്യം എന്ത് ചെയ്യണം? അടുത്തത് എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിൽ ഉണ്ടായി കേട്ടു. എല്ലാം നിന്റെ പൃഥുനഗരത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഒരു പ്രവാചകനും തന്റെ പൃഥുനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ കാലത്ത് 28-ാമത്തെ വാക്യം പെട്ടെന്ന് നിങ്ങൾ വായിച്ചാൽ മതി, നമുക്ക് സമയം എടുക്കും. 28-ാമത്തെ വാക്യം പെട്ടെന്ന് എടുത്തു. 4:28. അപ്പൊ യേശു അവരുടെ പ്രസംഗത്തിൽ വീണില്ല, പുകഴ്ത്തല്. കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കയ്യടി അല്ല വേണ്ട. ഒരു ഹാലലി പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടത് വിശ്വാസമാണ്. ഞാൻ ആരാന്നുള്ള അതവർക്കില്ല. പ്രസംഗം നല്ലതാന്ന് പറഞ്ഞ് കൈയടിച്ചു,
പക്ഷെ യേശുവിന് വേണ്ടത് കയ്യടിയല്ല, പകരം നിങ്ങൾ ആരാന്നുള്ള ബോധ്യത്തിൽ യേശുവിനെ കൈക്കൊള്ളാത്തത്. ഒരു സ്വതന്ത്രം പറഞ്ഞാണ്. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ശക്തി. അടുത്ത വാക്യത്തിൽ പറഞ്ഞ അവർക്ക് ദേഷ്യം വന്നു യേശുവിന്റെ പ്രസംഗം. അപ്പൊ ആദ്യം യേശുവിനെ പുകഴ്ത്തിയ ആൾക്കാർ ഇപ്പൊ എന്നാ പറയുക? ഇതങ്ങ് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. ഈ പ്രസംഗം ഒന്ന് നിർത്തിയിട്ട് കോപം വന്നു അവർക്ക്. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്റെ ചോദ്യം, യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചോ? യേശു എന്ത് ചെയ്തില്ല? ചെയ്തില്ല. ഇനി 31 വാക്യം, അനന്തരം ഇവരെന്ത് ചെയ്തില്ല? അടുത്ത വാക്യം പറഞ്ഞ്, ഇത് നമ്മുടെ ജോസഫിന്റെ മോനാന്ന് എന്ത് ചെയ്തില്ല? ഇവര് നേരെ തിരിച്ചാ. ഇത് ചുമ്മാ പറയുവല്ല, എന്തോ ശക്തി ഇതിന്റെ അകത്തുണ്ട്. കണ്ടോ? ഇതാണ് റിസീവിംഗ് മൈൻഡ് ഉള്ള ജനറേഷൻ. ദൈവരാജ്യം പ്രസംഗിക്കാൻ പോകുന്നത് നിങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തിയാലാണ്. ഉറപ്പായിട്ടും പറഞ്ഞ് പട്ടണങ്ങൾ കീഴ്പ്പെടാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ അനേകരെ വിടുവിക്കുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളിലൂടെ അനേക വീര്യപ്രവർത്തികൾ കാണാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ ചെന്നപ്പോ അവർക്ക് മനസ്സിലായി, ഇവര് പറയുക യേശു ചുമ്മാ കഥ പറയുന്നയാളല്ല, എന്തോ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ജനത്തെ. അവരങ്ങോട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ നിൽക്കുക ചാർജായിട്ട്. ഇവരങ്ങോട്ട് എന്ത് ചെയ്തു? അല്ല, ഇംഗ്ലീഷിൽ വാക്യം വായിക്കാവോ? അവരെന്ത് ചെയ്തു? അമേസ്ഡ് ആയി. അവരങ്ങോട്ട് ഭയങ്കര ത്രില്ലായി. കണ്ടോ? അപ്പൊ യേശു, ഞാൻ ചോദ്യം, യേശുവിന്റെ പ്രസംഗം അപ്പൊ എന്തായിരിക്കും? അവരെ ത്രില്ലടിപ്പിക്കുന്നത് എന്തുമായിരിക്കും? സെയിം പ്രസംഗമാണ് യേശു പ്രസംഗിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, ബന്ധിതരെ നിന്റെ കെട്ടുന്ന് പൊട്ടും, പീഡിതരെ നീ വിടുവിക്കപ്പെടും. കേട്ടെ? ഇത് കേട്ടപ്പോൾ അവനങ്ങ് ചാർജായി. യേശു വെറുതെ പറയുവല്ലോ. അടുത്ത വാക്യം വായിച്ചേ. അവിടെ പള്ളിയിൽ പിശാച് എവിടെ കയറിയിരിക്കുക? പള്ളിയിൽ യേശുവിന്റെ മുഖാമുഖം ഇരിക്കും, ഒരു കൂസലില്ലാതെ. അപ്പൊ പ്രതീക്ഷിക്കണമേ ചർച്ചിലും ആര് വരും? കണ്ടോ? അപ്പൊ ഞാൻ പലപ്പോഴും തന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നതിനെല്ലാം കൈയടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, അത് ആത്മാവ് പരിശുദ്ധാത്മാവ് ഒന്നുമല്ല. ഈ അത്ഭുതത്തിലൊന്നും അല്ല കാര്യം. അത്ഭുതം കിടന്ന് ഭയങ്കര കൈയടിക്കുന്നതാണ് ആൾക്കാർ. ഇപ്പൊ മനസ്സിലായില്ലത് ഏത് ആത്മാവാണ്. യേശു ചെയ്തത് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവർത്തനങ്ങളും. അതിലൊന്നും അല്ല കാര്യമെന്ന് പറയുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നു യേശു പ്രസംഗിക്കുമ്പോഴും പള്ളിയിൽ ആരിരിപ്പുണ്ട്? പുള്ളി എന്നെ പോകാത്തത്. കാര്യം പുള്ളി പ്രസംഗം കണ്ടോണ്ടിരിക്കുക, നല്ല പ്രസംഗം. എനിക്ക് ഒരു പ്രസംഗം പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇരിക്കുവോ പള്ളിയിൽ ഇത്ര നേരം? യേശു കഴിക്കും പള്ളിക്കകത്ത് കയറി ആരിയ്ക്കുവോ? ഒരു കൂസലും ഇല്ലാതെ. അവന് പ്രസംഗം ഇഷ്ടമാണ്. അടുത്ത വാക്യം വായിച്ചേ. കണ്ടോ? യേശു കയറി തൊട്ടു. ഇത് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവന് വചനം പ്രസംഗിക്കുന്നവരെ ഒരു പേടിയില്ല. കേട്ടെ? വചനം പ്രസംഗിക്കുന്നവരെ നിങ്ങൾ 2 മണിക്കൂർ വചനം പറഞ്ഞു, 3 യേശു നേരിട്ട് വന്ന് വചനം പറഞ്ഞിട്ട് പോലും പുള്ളി എവിടെ ഇരിക്കുന്നത്? പക്ഷെ യേശു, അവന് മനസ്സിലായി അടുത്ത സ്റ്റെപ്പ്. യേശു ഒന്ന് മൂവ് ചെയ്തു. അവന് മനസ്സിലായി കർത്താവ് ആരെയോ തൊടാൻ വേണ്ടി വരുവാ. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അവന് മനസ്സിലായി എന്തോ ഒരു ആക്ഷൻ യേശു ചെയ്യാൻ പോവാ. ഉടനെ പുള്ളി ജാമ്യം എടുക്കുക. എന്നാ ജാമ്യം? സിസ്റ്റർ ഉറക്കെ വായിക്കാവോ? ഞങ്ങൾ തമ്മിൽ എന്നാ കുഴപ്പം? പണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നതല്ലേ സ്വർഗത്തിൽ, ഓർമ്മയില്ലേ? നമ്മൾ തമ്മിൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. വായിച്ചേ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ നിന്ന് വചനമൊക്കെ കേട്ട് കൈയൊക്കെ അടിച്ച് പുറകിൽ പോയിരുന്നോളാം. അപ്പോൾ ഏതൊരു ദേവദാസം ഒരു ശല്യമില്ല. ഞങ്ങളാ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. ചിലപ്പോൾ ഈ സഹോദരി ആയിരിക്കും കിടന്ന് ആരാധിക്കുന്ന സഹോദരനായിരിക്കും. ആര് വന്നാലും ആരാധിക്കുന്ന ഈ സഹോദരനായിരിക്കും. അതുകൊണ്ട് പുള്ളി പറയണം ഞങ്ങളെ വെറുതെ വിട്, ഞങ്ങളാണ് ഈ സഭയുടെ എനർജി. കണ്ടോ? കാര്യം യേശു പ്രസംഗിച്ചിട്ടും പുള്ളിക്ക് ഒരു കൂസലുമില്ല. പക്ഷെ യേശു ഇറങ്ങി. അടുത്ത വായിച്ച എങ്ങനെ മനസ്സിലായി? വായിട്ട് വായിച്ചേ. കണ്ടോ? ഒരു കൂട്ടർ പറഞ്ഞു നമ്മുടെ ജോസഫിന്റെ പിശാച് പറയുന്നു നീ ദൈവത്തിന്റെ. ഇവത്തിൽ ആരാ വെളിപ്പാടുള്ളത്? ഇപ്പൊ മനസ്സിലായി. സഭയ്ക്കകത്ത് കയറുന്നൊരു പിശാചിരിക്കുന്നു,
ഇപ്പുറത്തെ വിശ്വാസി പറഞ്ഞത് യോസെഫിന്റെ മോനാണ്, പിശാച് പറഞ്ഞത് ദൈവത്തിന്റെ പുത്രൻ. ഇവർ തമ്മിൽ അടിയാ. യഹൂദൻ പറഞ്ഞത് നമ്മുടെ യോസെഫിന്റെ മോൻ, ലൂസിഫർ പറഞ്ഞത് അല്ല ദൈവത്തിന്റെ പുത്രൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർക്കാ വിശ്വാസം? ആ വിശ്വാസം വിശ്വാസിക്ക് ഉണ്ടാകട്ടെ. ദൈവപുത്രൻ ആരെന്നുള്ള ഉറപ്പ് പിശാചിനുണ്ട്. അടുത്തത്, യേശു ഉടനെ എന്ത് ചെയ്തു? ഉടനെ എന്ത് ചെയ്തു? കണ്ടോ, ഡീസന്റാ, ഒരു കേടും വരുത്താതെ. അപ്പൊ അവിടുത്തെ അച്ചായൻ പറയൊക്കെ നന്നായിട്ട് കൈയടിക്കുന്ന ആളായിരുന്നു. ഇത്രയും നാൾ ഏത് പ്രസംഗം വന്നാലും എല്ലാത്തിനും ആമേൻ പറയുകയും ചെയ്യും. രോഗം മാറിയില്ലേ? ആമേൻ. പിശാച് പോയില്ലേ? ആമേൻ. ആരും വന്നിട്ട് ഒരു കൃപാവരത്തിൽ ഒന്നും വല്ല കാര്യം? ആമേൻ. അതിലെല്ലാം ആമേൻ പറഞ്ഞ അച്ചായൻ ഇപ്പൊ എന്ത് ചെയ്തു? പിശാച് വിട്ടു പോയപ്പോ ആമേൻ പറയുന്നില്ല എല്ലാത്തിനും. കേട്ടോ, യേശു പ്രസംഗിച്ചപ്പോ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? കണ്ടോ, എപ്പോഴാ കുഴപ്പം വന്നത്? ശാസിച്ചപ്പം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വചനം പറയുമ്പോൾ അവന് പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ആ ശക്തി ഉപയോഗിക്കരുത്. നിങ്ങൾ ആ ശക്തി ഉപയോഗിക്കരുത്. പൗലോസ് പറയാ പ്രാക്ടീസ് ചെയ്യ്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ പൗലോസ് പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യാൻ? തിമോത്തിയോസ് ഭയങ്കര പ്രസംഗം. കർത്താവ് 2 മണിക്കൂർ തിമോത്തിയോസ് സഭയെ കടന്ന് ഭയങ്കര പ്രസംഗം. പൗലോസ് നിർത്തുപോ തിമോത്തിയോസെ, നീ ഇഗ്നോർ ചെയ്യുവാണോ? അല്ല, ഞാൻ ഇപ്പൊ 2-3 മണിക്കൂർ 4 മണിക്കൂർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുക മാത്രമല്ല, നീ നിന്റെ കൃപാവരത്തെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താ കൃപാവരത്തെ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു. 1 കൊരിന്ത്യർ 14 വാക്യത്തിൽ എടുക്കാൻ പറ്റുമോ? അവർക്ക് വേഗത്തിൽ. അന്യഭാഷ പ്രാർത്ഥിക്കുന്നവനോ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുന്നു, പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനമായി. 1 കൊരിന്ത്യർ 14:2 മുതൽ വായിച്ചു. 1 കൊരിന്ത്യർ 14:2. ആരും തിരിച്ചറിയുന്നില്ല. അടുത്തത്, പ്രവചിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? പ്രവചിച്ചാൽ സഭ വളരും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ എന്താ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ? എന്താ പൗലോസ് പറഞ്ഞത്? പൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച പ്രവചന വരത്തെ നീ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നിന്റെ അഭിവൃദ്ധി നീ എസ്റ്റാബ്ലിഷ് ആവുന്ന നിലനിർത്തുന്നല്ലേ? എസ്റ്റാബ്ലിഷ് ആവുന്നതാണോ? പ്രവചിച്ചാൽ സഭ വളരും. അല്ല, നമ്മൾ തിമോത്തിയോസിൽ വെച്ച് ഓർക്കുന്നുണ്ടോ? നീ മൂപ്പന്മാർ കൈവപ്പിൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അതിന്റെ ഇംഗ്ലീഷ് വാക്യം എന്തായിരുന്നത്? നിന്റെ പ്രോഗ്രസ് കാണണം. ഒരു കാലിൽ പറഞ്ഞാട്ടെ, സഭയുടെ പ്രോഗ്രസ് നാട്ടുകാർ കാണണം. ഇത് തന്നെ, ഇതേ സെയിം മോഡലാ പൗലോസ് പ്രവചിക്കുന്നവൻ സഭയ്ക്ക് എന്ത് ചെയ്യുന്നു? പ്രോഗ്രസ് ചെയ്യുക സഭയിനെ. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഇപ്പൊ യേശു വന്നിട്ട് ലൂക്കോസ് 4:10 അവിടെ വായിക്കുക. അത് ഏഷ്യാവിൽ ഓൾറെഡി ഉള്ള വാക്യമാണ്. പിശാച് എവിടെ ഇരിക്കുക? ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈ വെട്ടിക്കൊണ്ട് ഉറങ്ങാതിരിക്കുക. അപ്പൊ യേശു വന്നപ്പോൾ ഓർത്തത് ഇയാളായിരിക്കും ഇവിടുത്തെ ഏറ്റവും നല്ല. യേശു ഓർത്ത് കാണത്തില്ല, അവിടുത്തെ വിശ്വാസി ഓർത്ത് കാണും അച്ചായനാണ് ഏറ്റവും നല്ല മിടുക്കൻ. യേശു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ചായൻ ആമേൻ പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. യേശു പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം പറഞ്ഞു, ഇന്ന് ഇത് കേൾക്കുന്നത് കൊണ്ട് ഇതിന് എന്ത് ചെയ്യുന്നു? നിവർത്തി. ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് ഒരു ഇടി. കാരണം ഇന്നലെ വരെ പുരോഹിതന്മാർ പ്രസംഗിച്ചെത്തുവാ, ഇത് എന്നേലും വരും, എന്നേലും വരും, എന്നേലും വരും, എന്നേലും വരും, എന്നേലും കിട്ടും. യേശു പറഞ്ഞു, ഇന്ന് കേൾക്കുകയിൽ ഇത് നിവർത്തി. നമ്മൾ ലൂക്കോസ് ആദ്യം വായിച്ചെന്തുവാ? ഇത് കേൾക്കുകയും ഇതിന്റെ നിവർത്തി, ഇത് ഫുൾഫിൽ. അതിന്റെ അർത്ഥം എന്തുവാ? ബന്ധിതരെ മോചിപ്പിക്കുന്ന ആൾ ആരാ? ഞാനാ. അതുവരെ പ്രവാചകന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് വരും വരും വരും, കിട്ടും കിട്ടും, വരും വരും. യേശു പറഞ്ഞു ഇന്നാണ്. അപ്പൊ പൂർവ്വത്തിന് മനസ്സിലായ, കർത്താവേ എന്നാ ഇവിടെ വിഷയം? നമ്മൾ തമ്മിൽ എന്നാ? യേശു പറഞ്ഞു ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഉടനെ എന്ത് ചെയ്തു? ബാധ ഒരു ഉന്ത്. ബാധ എന്ത് ചെയ്തു? വായിച്ച ലൂക്കോസ് 4 എന്ത് ചെയ്തു? 33 വാക്യം. അവിടെ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസറേയനായ യേശുവെ. അവൻ യോസെഫിന്റെയും മറിയയുടെയും മകനായ യേശു എന്ന് വിളിച്ചതുമില്ല. പിന്നെ എന്നെ വിളിച്ചത്? കർത്താവേ, നസ്രത്ത് നിന്ന് വരുന്നയാള്. നസ്രത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം? മുള മനുഷ്യൻ.
നസ്രത്ത് എന്ന ഗ്രീക്ക് പദം. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് മുളമനുഷ്യ എന്നൊരു വാക്കാറ്, ഇഷായുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അവന്റെ വരുന്ന ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് വസിക്കും. ഈ വാക്കിന്റെ നിവൃത്തിയാണ് നസ്രത്ത് എന്നുള്ള വാക്ക് വരാൻ കാരണം. മുളമനുഷ്യൻ. പിശാചിന് മനസ്സിലായി ഇത് ആരാ വന്നിരിക്കുന്നത്? ദാവീദിന്റെ താക്കോലുള്ളവനാ. ഇതിനെ അതിന്റെ അർത്ഥം പിശാച് നീ കെട്ടിയതിനെ അൺലോക്ക് ചെയ്യുവാൻ, നിന്റെ ബന്ധനങ്ങളെ അൺലോക്ക് ചെയ്യുവാൻ താക്കോലുള്ളവനാ വന്നിരിക്കുന്നത്. ഈ അൺലോക്കാണ് യേശു അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? ആ നോക്കിക്കേ, ആ പള്ളിയിൽ അശുദ്ധാത്മ ബാധിച്ച മനുഷ്യനുണ്ടായിരുന്നു. ആ ആ ആ ആ ആ അടുത്തത് സുവിശേഷം പറയാൻ തുടങ്ങി ആര്? പിശാച് തുടങ്ങുവാണ്, നീ ആരാന്നറിയാവോ യേശു? ഉടനെ പരീശൻ പറഞ്ഞു, യോസഫിന്റെ മോഡലെ മിണ്ടാതിരി, ഇത് ആരാന്നറിയാവോ? നസ്രേന യേശു. അപ്പൊ യേശു എന്നാ പറഞ്ഞത്? കണ്ടിന്യൂ എന്നല്ല പറഞ്ഞത്, മിണ്ടരുത്, നിന്റെ ഗോസ്പൽ ഇവിടെ കേൾക്കണ്ട. അതാണ് പിശാച്. അപ്പൊ എന്ത് ചെയ്യും? പിശാച് ചാടി എണീറ്റ് ബാധയായിട്ട് പറയും, ഇത് ആരാന്നറിയാവോ? ഇത് നസ്രേനായ, ഇത് യേശുവാണ്. ഉടനെ പരീശൻ പറഞ്ഞു, ഇത് യോസഫിന്റെ മോനാണ്, നീ മിണ്ടാതിരി, ഇത് ആരാന്നറിയാവോ? ഇത് യേശു. യേശു പറഞ്ഞു, നീ മിണ്ടാതിരി. നമ്മളാണ് പറഞ്ഞത്, എവിടുന്ന് വരുന്നു, എവിടുന്നാ വന്നത് പറ. വെളിപ്പെട്ട് കേട്ടോ. അവൻ ബോഷ്കേ പറയത്തുള്ളൂ, പറയാം കലക്കിയിട്ടേ പോകത്തുള്ളൂ. പണ്ട് ദേവദാസൻ പറഞ്ഞ പോലെ ഏതോ കണ്ട് ഭൂതം വെളിപ്പെട്ട് പുള്ളിയുടെ പേര് പറഞ്ഞു. പുള്ളിയുടെ മീറ്റിംഗ് മൊത്തം എന്ത് ചെയ്തു? കൊല്ലത്തൊരു ഭൂതം ഇളകിയിട്ട്, എനിക്കറിയാവുന്ന വളരെ സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ പറയാം, എൻ്റെ മുഴുവൻ മീറ്റിംഗ് ബ്ലോക്കായി പോയി. കാര്യം എന്തുവാ? എങ്ങാണ്ടൊരു ഭൂതം ഇളകിയിട്ട് പറഞ്ഞു, ആരാ? ഇന്ന ആളാ. ഏത് പേരെന്തുവാ? പാസ്റ്റർ ഇന്നയാൾ. ഭൂതം പറയുക. ഉടനെ അവർ 40 മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഭൂതം പറഞ്ഞതുകൊണ്ട്. ഇതൊക്കെ എന്ത് വിശ്വാസിയാണ് അതൊരു കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, ഭൂതം പറയുന്നതിനെ വിശ്വസിക്കുന്ന. ഇവിടെ നോക്കി താട്ട് വായിച്ചേ. ആ അടുത്തത് കണ്ടോ? ഇന്നലെ വരെ പ്രസംഗിച്ച വചനം തന്നെയാണ് യേശു പറഞ്ഞത്. പക്ഷെ അവർക്കൊരു സംശയം, ഇത് എന്ത് വചനവാ? അടുത്ത വാക്യം കണ്ടോ? കൽപ്പിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അറിയാവോ? നിങ്ങളുടെ അകത്ത് എന്തുണ്ട്? പിശാച് ഇവിടെ കയറി ഇരിപ്പുണ്ടെന്ന് ഇരിക്കട്ടെ, അതിനോട് കൽപ്പിച്ചാലേ പുള്ളി എന്ത് ചെയ്യത്തുള്ളൂ? യേശു വന്ന അവിടെ ഇരുന്നു, പുള്ളി ഷേക്കൻ എടുത്തിട്ടുണ്ട്. ആ ഭൂതത്തിന്റെ ആത്മാവുള്ള പുള്ളി പ്രൈസ് ദി ലോർഡ്. യേശു എന്ത് തിരിച്ചു പറഞ്ഞു കാണും അല്ലേ? യേശു പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, പുള്ളി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. യേശു വചനം പറഞ്ഞ പുള്ളി ആയിരിക്കും ബൈബിൾ എടുത്ത് വായിക്കുന്നത്, പുള്ളി ആയിരിക്കും ഓരോന്നും യേശുവിന്റെ ആലോലിയ പറയുന്നത്. അപ്പോഴൊന്നും പുള്ളിക്ക് എന്താ പോകാൻ? പിശാചിനറിയാം അവൻ ഒരു ടെറിറ്ററിക്കകത്താ. ഈ ടെറിറ്ററി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആരാണോ കൽപ്പിക്കുന്നത് എന്നാലേ അവൻ പോകത്തുള്ളൂ. അവന് കിട്ടിയേക്കുന്നത് അങ്ങനെയാ. ഇവനെ ഓടിച്ചു നോക്കിയാൽ മതി. എത്രയോ പ്രാവശ്യം പിശാച് ആടിത്തുള്ളി വന്നിട്ടുണ്ട്. പോയോ? അവിടെ പോകാൻ പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ? അവന് മനസ്സിലായ അധികാരമുള്ളവന്റെ പ്രത്യേകത, അവനെ റിലീസ് ചെയ്ത് വിടുക. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അടുത്ത വാക്യം വായിച്ചു. അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാവോട് കൽപ്പിച്ചു. അടുത്ത വാക്യം. അടുത്ത വാക്യം കണ്ടോ? നോട്ടീസ് അടിച്ചോ, പോസ്റ്റർ വെച്ചോ, പബ്ലിസിറ്റി കൊടുത്തോ, ലോകം മൊത്തം അറിഞ്ഞു. ഇതാണ് കൃപാവരം. നിങ്ങളിത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ജനം ഒഴുകുവാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ മൈൻഡ് പറയുന്നു ഇത് എൻ്റെ ഇല്ല. പത്രോസ് പറഞ്ഞു, ഐ ഹാവ് ദ ഹീലിംഗ് പവർ. എനിക്കുള്ളത് കണ്ടോ. നിങ്ങൾ എന്നാ പറയുന്നത്? ഇപ്പൊ ജോസഫ് പദ പറഞ്ഞു, എന്തുവാ? കർത്താവ് എനിക്ക് ആ കൃപാവരം ഒന്ന് കിട്ടിയിട്ട് വേണം രോഗികളൊക്കെ അങ്ങോട്ട്. തമ്പുരാൻ പറയും, എടുത്തോളാൻ പറയും. സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്ന് പറയും. നോക്കുമ്പോൾ മുഴുവൻ എംറ്റിയാ. കാര്യം സ്വർഗത്തിലെ സകല ആത്മനികൃത നമ്മളെ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നാൽ അവരോടുകൂടെ സകലതും. സ്വർഗത്തിലൊന്നുമില്ല. പക്ഷേ സ്വർഗം അടച്ചിട്ടേക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അകത്തുള്ളത് കാണാൻ പറ്റും. സ്വർഗം അടച്ചിട്ടേക്കുക, ചില സമയത്ത് തുറക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റും. സ്വർഗത്തിലെയും ഭൂമിയിലെയും താക്കോൽ ഞാൻ നിനക്ക് തരുന്നുണ്ട്. നീ ഭൂമിയിൽ കിട്ടുന്നത് നീ ഭൂമിയിൽ അഴിക്കുന്നത് കണ്ടോ, നമുക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റും. പലവട്ടം ബൈബിളിൽ വാക്കുണ്ട്, സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗം അടഞ്ഞിരിക്കുന്ന സമയമുണ്ട്. ഈ അടഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ കൃപാവരം നമ്മുടെ മനസ്സിലെ ഡോറിന്റെ അപ്പുറത്ത് എന്തിരിപ്പുണ്ട്? അത് തുറന്നിടുവായിരുന്നു. എനിക്കൊന്ന് ഇത്രയും പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആരും ഒരു കാലിൽ പറഞ്ഞാണ്ട് നോക്കി. യേശുവിന്റെ ശ്രുതി എന്ത് ചെയ്തു? ദേശം മൊത്തം
ഇത് നിങ്ങളിൽ സംഭവിക്കാമെന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നവരെ ഇത് മനസ്സിൽ ചിലപ്പോൾ ഞാനിത് ഭയങ്കര രീതിയിൽ അങ്ങ് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രസംഗം പോലെ ആദ്യം പറഞ്ഞതുപോലെ നല്ല പ്രസംഗം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്. നോക്കിക്കേ, അവന്റെ ശ്രുതി എന്ത് ചെയ്തു, നാടെല്ലാം ഹെൽഷാം എല്ലാം ഹെല്ലിങ് എല്ലാം എന്ത് ചെയ്തു, പരന്നു. ഒരു കാലിൽ പറഞ്ഞാട്ടെ, എന്തുവാ പരന്നത്? യേശുവിനെ പറ്റിയുള്ള ശ്രുതി എന്തുവാ പരന്നത്? ഈ ഒന്ന് പറഞ്ഞു, യേശുവിനെ പറ്റിയുള്ള ശ്രുതി നോക്കിക്കേ. തിമോത്തിയോസ് പറഞ്ഞു നിന്റെ അഭിവൃദ്ധി, ആ വാക്ക് എന്താണ് വേണ്ടി, പ്രോഗ്രസ്. അപ്പം യേശുവിന്റെ പ്രോഗ്രസ് എന്ത് ചെയ്തു? അപ്പൊ നാട്ടുകാർ യേശുവിനെ പറ്റി എന്നാ പറയുന്നത്? അവിടെ ചെന്നാ ഭൂതം പോകും. ഓ എന്റെ യേശുവേ, പറയണം നാട്ടുകാർ, ഈ സഭയിൽ വന്നാൽ ദൈവം പ്രവർത്തിക്കും, നിങ്ങളുടെ ഇടയിൽ വന്നാൽ ദൈവം പ്രവർത്തിക്കും, നിങ്ങൾ കൈ തൊട്ടാൽ രോഗികൾ സൗഖ്യമാകുമെന്ന് നിങ്ങളെ പറ്റി പറയുന്ന ഒരു തലം ദൈവം ഓൾറെഡി ഇട്ടിരിക്കുക. ഇതാ പൗലോസ് പറഞ്ഞു, നീ അതിനെ പ്രാക്ടീസ് ചെയ്യ്. ഫാൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയത്തില്ല, നീ അതിനെ ജ്വലിപ്പിക്കുക. ആമേൻ. അപ്പൊ യേശുവിന്റെ ശ്രുതി എന്ത് ചെയ്തു? ചുറ്റുമുള്ളവരെല്ലാം എന്ത് ചെയ്തു? അറിഞ്ഞ അടുത്ത വാക്യം വായിച്ചേ. യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഓ അപ്പൊ ചെന്നപ്പോ ഭയങ്കര പ്രസംഗം എല്ലാം പ്രസംഗിച്ച് പൂർത്തേക്ക് ഓടിച്ച് യേശു എവിടെ ചെന്നു? വിശന്നാ ചെന്നത്. വിശന്ന് ആരാധന കഴിഞ്ഞിട്ട് വിശന്ന് ചെന്നപ്പോ അമ്മച്ചി എന്ത് ചെയ്യുക? പനിയാ, പനി പിടിച്ച് കിടക്കുക. ഉടനെ യേശു പറയും, ഒരു കാര്യം ചെയ്യും, നമുക്ക് വല്ല ഓർഡർ ചെയ്യാം. വല്ല ഹോട്ടലുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു, നമ്മുടെ മുന്നിൽ ചില സാധ്യതകൾ നമ്മുടെ കൃപാവരങ്ങളെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഇന്നാണ് നമ്മൾ എന്ത് ചെയ്തേ, പെട്ടെന്ന് എന്ത് പറഞ്ഞു, സ്വിഗ്ഗി അല്ലേ, ഇവിടെ എന്താ ഉള്ളത്, യുബറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, KFC-യോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അമ്മച്ചിയുടെ കൂടെ കിടക്കട്ടെ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ടലിൽ പോയി. പക്ഷെ പുറത്ത് ഹോട്ടലില്ല, പുറത്ത് യുബർ ഇല്ല. ഈ അമ്മച്ചി എണീറ്റേ പറ്റത്തുള്ളൂ. അപ്പൊ യേശു എന്ത് ചെയ്തു? ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിനെ ഓപ്പറേറ്റ് ചെയ്യുക. വായിച്ചേ. പത്രോസ് പറയാം, അമ്മച്ചി എണീറ്റാലേ വല്ലതും നടക്കത്തുള്ളൂ കർത്താവേ. അടുത്തത്, എന്തിനാ ശാസിച്ചത്? ഇവിടെ യേശു ഭൂതത്തെയാണോ ശാസിച്ചത്, രോഗത്തെയാണോ? വ്യത്യാസം കണ്ടോ? ഇവിടെ യേശു എന്ത് ചെയ്തില്ല, ജ്വരത്തെ എന്ത് ചെയ്തു. അപ്പൊ അവിടെ ദുരാത്മാവായിരുന്നോ? അല്ല. മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്തു? യേശു ആ ദുരാത്മാവിനെ എന്ത് ചെയ്തു, ഇവിടെ രോഗത്തെ. അപ്പൊ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യത്യാസം അറിയണം. നിങ്ങളുടെ അകത്ത് ഇത് ഉണ്ടെങ്കിലും ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ രോഗം വന്നു. അപ്പൊ ചോദിക്കുക, കർത്താവേ എന്താ അതിന്റെ കാരണം? ഹല്ലേലൂയ. അപ്പൊ യേശു എന്ത് ചെയ്തു? ആ ജ്വരത്തെ എന്ത് ചെയ്തു? ഉടനെ അവൾ വിട്ടുമാറി, ആ ജ്വരം മാറി, ചാടി എണീറ്റു. കണ്ടോ, എന്നാ വേണ്ടത്? ബിരിയാണി വേണോ? എന്നാ ചോറ് വേണോ? എന്നാ വേണ്ടത്? ഇപ്പൊ പറഞ്ഞു, ചാടി ആക്റ്റീവായി. കണ്ടോ? യുബർ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിരുന്നെങ്കിലോ ഇത് കാണാൻ പറ്റുമായിരുന്നു. യേശു ആ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിനെ ഓപ്പറേറ്റ് ചെയ്തു. കണ്ടോ? കൃപാവരങ്ങളെ ഉപേക്ഷയായിട്ട് നമ്മളാണെ പറഞ്ഞ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുക്കള കയറിയേക്കാം, നമ്മൾ ഉപയോഗിക്കത്തില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ഇഗ്നോർ ചെയ്യരുത്. ചാടിപ്പോയി കൈ വെക്കുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് കൈ വെച്ചാൽ എന്നാ സംഭവിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇതാണ് ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എൻ്റെ അകത്തുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വായിച്ചു സിസ്റ്റർ വായിച്ചു. സൂര്യൻ അസ്തമിക്കാറായപ്പോ അമ്മച്ചി ചില്ലറക്കാരി അല്ല കേട്ടോ, പത്രോസിന്റെ അമ്മായിമ്മ. അമ്മച്ചി പറയും, ഇപ്പൊ ഞാൻ വരാന്ന്. കട വരെ പോയിട്ട് യേശു ഒന്ന് ആഹാരം കഴിച്ച് ഉണർന്നപ്പോഴേക്കും നാനാ വ്യാധിക്കാരും. എന്റെ ചോദ്യം, ആര് പറഞ്ഞു ഇതെല്ലാം? അപ്പൊ അമ്മച്ചി പുറത്തോട്ട് പോയത് കടയിൽ പോയതല്ല, കവലെ പോയി പറഞ്ഞു, എനിക്കറിയാവതേ ഞാൻ ഭയങ്കര ജ്വരം പിടിച്ച് കിടക്കുമായിരുന്നേ. പത്രോസിനെ അറിയത്തില്ല, എൻ്റെ മോൻ യേശുവിനെ അറിയത്തില്ല, നമ്മുടെ ഇവിടെയുള്ള യേശു നമ്മുടെ കൂടെ വീട്ടിൽ വന്ന് എന്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതേ, ഇപ്പം എൻ്റെ രോഗം മാറി. കടക്കാരൻ പറയും, ചുമ്മാ പറയാതെ വന്ന് കാണും. അപ്പൊ ഇവരെല്ലാം ആൾക്കാരെ കൂടി യേശു എണീറ്റ് വന്നപ്പം അവിടെ മുഴുവൻ നാനാ. അവിടെ യേശു പറയുകയാണ്, സഹോദരങ്ങൾ, ഇതിലൊന്നും അല്ല കാര്യം കേട്ടോ, ഈ സൗഖ്യത്തിലൊന്നുമല്ല. വായിച്ച് യേശു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ യേശുവിന്റെ പ്രസംഗം നോക്കിയാണെ, നിങ്ങൾ കണ്ടേ, നമ്മുടെ വിശ്വാസത്തിന് എതിരല്ലേ യേശു ചെയ്യുന്നത്? നമ്മൾ എന്നാ പറഞ്ഞത്? ഇതിലൊന്നുമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞ ആർക്കാ ഇപ്പൊ എതിര് നിൽക്കുന്നത്? യേശു എന്താ ചെയ്തത്?
ഓരോരുത്തരുടെ മേൽ സെപ്പറേറ്റ് എന്ത് ചെയ്തു? കണ്ടു. അവരെല്ലാവരുടെ മേൽ യേശു എന്ത് ചെയ്തു? വായിച്ചേ, അവരെ സൗഖ്യമാക്കി. അതാണ് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. ഇത് ഉപയോഗിക്കുക യേശു, നമ്മളെ പഠിപ്പിക്കുക. ആ ആ കാണല ഒന്നാം തരം പ്രസംഗരെല്ലാം ചാടി പുറത്ത് വരുവാണേ. കർത്താവ് ഇത് ആരാന്നറിയോ? ഭയങ്കര പരിചയപ്പെടുത്തലും പ്രസംഗം. യേശു വായിച്ച സിസ്റ്റർ, ആ അവരെല്ലാം പോയി പോട്ടെ. ആ മിണ്ടരുത് യേശു പറ. അടുത്ത വാക്യം. ആ ആ ആ ആ ആ ആ. ഓ, നമ്മൾ പറയും യേശുവെ ഈ കേൾച്ചാൻ വിട്ട് പോകരുത്, ഈ ഹില്ലിങ് വിട്ട്. കർത്താവ് പറ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞാട്ടെ. എന്റെ കൂടെ പറഞ്ഞ് എനിക്ക് ഇവിടെ UK നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറ. ലോക രാജ്യങ്ങളിലേക്ക് പോകാനുള്ളതാന്ന് പറ. പറഞ്ഞ് നടക്കട്ടെ, അതൊന്ന് സംഭവിക്കട്ടെ. എനിക്കിവിടെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറ. എനിക്കിവിടെ ഒതുങ്ങാൻ കഴിയത്തില്ലെന്ന് പറ. എന്റെ വിഷയം 100 പേരുടെ സഭയല്ലെന്ന് പറ. എന്റെ വിഷയം 4 പേരുടെ സഭയല്ലെന്ന് പറ. യേശു പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, പട്ടണങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. യേശുവിന്റെ വിഷൻ കണ്ടോ? പട്ടണങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അവര് പറയുക, കർത്താവ് നമുക്ക് ഇവിടെ അങ്ങ് കൂടിയാലോ? മനസ്സിലായോ? കൃപാവരം യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ജനം തന്നെ വരും. കൃപാവരത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉള്ളതും കൂടെ പോകും. ഒരു ഹാലലി പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എങ്ങനെ ഉപയോഗിക്കും? യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൽ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? യൂദായുടെ ലേഖനം 1:20. യൂദാ 1:20 പെട്ടെന്ന് വായിച്ചു, സമയം നമുക്ക് പറഞ്ഞു പോവാം. 1:20 ഒറ്റ അധ്യായമുള്ളൂ. ആ ആ ആ നിങ്ങൾ കണ്ടേ, നീ ശ്രദ്ധിച്ചോണേ. അപ്പൊ എനിക്ക് എവിടെയാണ് ഞാൻ ഈ ബ്ലോക്ക് ആകുന്നറിയോ? ഫെയ്ത്ത് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് വേരിയേഷൻ വരും. ചിലര് പ്രസംഗിക്കുന്നു, നമ്മൾ ഇപ്പൊ ഞാനിപ്പോൾ ലിംസിസ്റ്റർ കർത്താവ് അത്ഭുതം ചെയ്യണം വിശ്വസിക്കാൻ പറയും. ഒരാൾ എന്നിട്ട് പറയാം വിശ്വാസം മാത്രം മതിയോ? അപ്പൊ ഇതിനകത്ത് പെട്ടെന്ന് വേരിയേഷൻ ഉണ്ട്. കാര്യം വിശ്വാസം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. സംശയവും വിശ്വാസം ഉണ്ടാകുന്നത് എവിടെയാണ്? ഇതിന് വേരിയേഷൻ വരും. നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഷോക്കിംഗ് ന്യൂസ് ഉണ്ടായി, അന്യഭാഷ പറയാൻ പറ്റുമോ? നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ബൂസ്റ്റപ്പ് ചെയ്ത് കയറാൻ പറ്റുമോ? നമ്മൾ വേരിയേഷൻ വരുന്നുണ്ട് നമ്മുടെ മൈൻഡിൽ, ഫെയ്ത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടാൽ അതും ഇതുപോലെ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ പൗലോസ് പറയുകയാണ്, അടുത്ത വാക്യം വായിച്ചു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ലല്ല, ആ വാക്യം 20-ാം വാക്യം 1:20 യൂദാ. നിങ്ങളുടെ വിശ്വാസം എന്തുവാ? മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആണ്. അതെന്തുവാ വാക്ക് വന്ന കാര്യം അറിയോ? ഈ അതിവിശുദ്ധ സ്ഥലം എവിടെയാ? കൃപാസനത്തിൽ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ കൃപാസനം അഥവാ ദൈവത്തിന്റെ ശേഖേന തേജസ് ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഈ ഫെയ്ത്ത് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കിട്ടിയ വിശ്വാസത്തെ അതിനെ എന്ത് ചെയ്യണം? ബേസ്. എന്താ ബേസ്? ഫെയ്ത്ത് ആണ് എന്റെ ബേസ്, വിശ്വാസമാണ്. ഓരൊക്കെ പറഞ്ഞ എന്റെ ബേസ് എന്തുവാ? ഓരൊക്കെ പറഞ്ഞ എന്റെ ബേസ് എന്തുവാ? കർത്താവ് എന്നെ ഉപയോഗിക്കും. ബേസ് എന്തുവാ? എന്റെ ബേസ്, എന്റെ ആധാരം ഫെയ്ത്ത്. അടുത്തത് അപ്പൊ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? അപ്പൊ ഫെയ്ത്തിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അതിനൊറ്റ വഴിയുള്ള ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒരു കാലം പറഞ്ഞാട്ടെ, ഫെയ്ത്ത് ഇൻക്രീസ് ആകാനുള്ള ഏറ്റവും നല്ല മാർഗം ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഒരു കാലം പറഞ്ഞാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതാണ് അട്രാക്ഷൻ. ഈ അട്രാക്ഷന്റെ പ്രത്യേകത, നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ഫെയ്ത്ത് ഇൻക്രീസ് ആവും. അപ്പൊ ഫെയ്ത്ത് ഇൻക്രീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണ് വിശ്വസിച്ചാൽ എല്ലാം നടക്കും, അതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്രാഫ് താഴും.
കൃപാവരങ്ങളെ നിങ്ങൾ പ്രാപിക്കണം, വീണ്ടും ഗ്രാഫ് താഴും. കർത്താവിൽ നമുക്ക് ആ രോഗസൗഖ്യത്തിന്റെ ആ കൃപാവരങ്ങൾ നമ്മളിലൂടെ കർത്താവ് നിങ്ങൾക്ക് തരും, വീണ്ടും ഗ്രാഫ് താഴും. കണ്ടോ? ഇനി ഗ്രാഫ് കയറണം എന്ത് ചെയ്യണം? ഫെയ്ത്ത് ആണ് ബേസ്. അന്യഭാഷ പറഞ്ഞത് ഇപ്പൊ ഡിപ്പോസിറ്റ് കിടക്കും അവിടെ. ഇത് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ഫെയ്ത്ത്? ഫെയ്ത്ത് എന്നാ പറയുന്നത്? ലൂക്കോസ് 10 എന്നാ പറയുന്നത്? നിങ്ങൾ പുറപ്പെട്ട് ഏത് മണ്ഡലത്തിൽ ചെന്നാലും രോഗിയെ കണ്ടാൽ യേശുവിന്റെ നമ്പറിൽ വിളിക്കുക. യേശുവേ ഞാൻ ഫോൺ കൊടുക്കട്ടെ? ആ കൊടുക്ക്. ആ അച്ഛാ അതെ യേശുവാ പറ എന്നാണ് യേശു പറഞ്ഞത്? അല്ല, യേശു എന്നാ പറഞ്ഞത്? നിങ്ങൾ ആ പട്ടണത്തിൽ ചെന്ന് എന്ത് ചെയ്യണം? ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങളെ അയക്കുവാണ്, രോഗിയെ സൗഖ്യമാക്കണം. കണ്ടോ? അപ്പൊ എന്റെ അകത്ത് എന്തുണ്ട്? അവന് കൊടുക്കാനുള്ള സൗഖ്യം ഇപ്പൊ ആരുടെ കയ്യിലാ? ഉറക്കെ പറ, എന്റെ കയ്യിലാ. അന്യഭാഷ പറയുമ്പോൾ ഇത് ഇൻക്രീസ് ആകും. ഓ ജീസസ്, ഇത് ഇൻക്രീസ് ആകും. അന്യഭാഷ പറയുമ്പോൾ എനിക്കുള്ളത് ഇൻക്രീസ് ആയിട്ട് വരും. ഞാൻ ചെല്ലുമ്പോൾ എന്റെ നിഴൽ അടിക്കുമ്പോൾ രോഗി ചാടാൻ തുടങ്ങും. ഞാൻ ചെല്ലുന്നിടത്ത് രോഗികളുടെ അറ്റ്മോസ്ഫിയർ മാറും. ഞാൻ ചെല്ലുമ്പോൾ ഭൂതത്തിന് മനസ്സിലാവും ഇത് വേറെ ആളാണ്. ഇവന്റെ അകത്ത് എന്തോ ഡൈനാമിക് ആയിട്ട് വ്യാപരിക്കുന്നുണ്ട്. ഇവന്റെ അകത്ത് എന്തോ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. പിശാച് പറയും നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അവകാശിയാണ്. കണ്ടോ? ഇതാണ് മോസ്റ്റ് ഹോളി ഫെയ്ത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുകയാ. ശമന. നിങ്ങൾക്കറിയാം, അന്യഭാഷ പ്രാർത്ഥന നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പ്രവചിക്കുന്നുണ്ടോ? എന്നാൽ അതെല്ലാം കഴിയുമ്പോൾ പ്രവചിക്കാൻ പറഞ്ഞാലോ ഒന്നും വരുന്നില്ല, ഒന്നും കാണുന്നില്ല. പക്ഷെ എവിടെ നിന്ന് ഈ ആവേശം വന്നത്? ഇൻക്രീസ് ആയതാ ഫെയ്ത്ത്. ഫെയ്ത്ത് ഇൻക്രീസ് ആകുമ്പോൾ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. കോൺഫിഡൻസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പത്രോസ് ലീഗ നമുക്കറിയാം യേശുവിന്റെ കൂടെ ഭയങ്കര ധൈര്യമാണ്. മലയാളിയെ കണ്ടാൽ പെട്ടെന്ന് ധൈര്യം എല്ലാം പോകും. പക്ഷെ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞിട്ട് ഉടനെ പറയും നീ ക്രൂശിച്ച ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കിയിരിക്കുന്നു. യഹൂദ ഗൃഹമൊക്കെ. എവിടുന്ന ഈ ധൈര്യം? ആത്മാവിൽ നിറയുമ്പോൾ കോൺഫിഡൻസ് വർദ്ധിക്കും, തന്നെ പ്രവചിക്കും. ഓ ഹല്ലേലൂയ. ഈ കോൺഫിഡൻസ് തരുന്ന പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ്, നമുക്ക് ഇല്ല എന്നുള്ള പ്രസംഗം കേട്ടത് കൊണ്ടാണ് പലർക്കും എന്ത് സംഭവിച്ചത്? എനിക്ക് പ്രവചനം ആകണം, പക്ഷെ കിട്ടിയിട്ട് വേണം. പണ്ട് അച്ഛൻ ലോട്ടറി അടിച്ചാൽ ബ്രദറെ ഞാൻ സഭ പണിയാനുള്ള പൈസ 22 വർഷമായി ഇന്നേ വരെ അച്ഛൻ ലോട്ടറി അടിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്തോ? ഇപ്പൊ കൊടുക്കത്തില്ല, പിന്നെയാണ് ലോട്ടറി അടിച്ചാൽ കൊടുക്കുന്നത്. ദൈവത്തിന് അറിയാം ഇതൊന്നും നടക്കാൻ. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മുടെ ചിന്ത മൊത്തം, അപ്പം കൃപാവരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു എൻ്റെ ഉണ്ടേലല്ലേ ഞാനത് ഉപേക്ഷയായിട്ട്. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അല്ലേ എവിടെ പോയി? ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്യഭാഷയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ വേണ്ട വാഗ്ദത്തങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ഇൻക്രീസ് ആകും. കണ്ടോ? അല്ലാതെ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ കർത്താവെ ആ കൃപാവരം കിട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കിട്ടാൻ പോണില്ല പ്രിയരെ. നമ്മൾ ഉപവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗിലാണെങ്കിൽ നിങ്ങളുടെ ഷാർപ്പ് മൈൻഡിന്റെ അകത്ത് നിന്ന് കർത്താവെ ഇത് എൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഞാൻ ഫാൻ ഇൻറ്റു ഫ്ലെയിം ഞാൻ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാവോ? ഈ ജ്വലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേചന ആത്മാവിനെ നമ്മൾ ഷാർപ്പാക്കുക. ഇപ്പൊ ഞാൻ ലിം സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് മാറ്റം കാണുന്നില്ല. അപ്പൊ അതിന്റെ അടുത്ത സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്യണം കൃപാവരത്തെ. എന്താ സ്വിച്ച് ചെയ്യുന്നത്? ഡിസേൺ ചെയ്യണം. എന്താ കാരണം? കണ്ടോ? സ്വിച്ച് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഒരു പുക കാണുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു വെയിൽ കാണുന്നു, മനസ്സിലാകുന്നില്ല. കിളി പറന്നു പോകുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് ഒരു പക്ഷി ഇങ്ങോട്ട് വരുന്നു, മനസ്സിലാകുന്നില്ല. നമ്മുടെ കർത്താവ് ഒന്നും മനസ്സിലാകുന്നില്ല. സ്റ്റോപ്പ് ചെയ്യരുതേ. കൂടുതൽ 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 പ്രാക്ടീസ് ചെയ്യുക. കണ്ടോ? ഞാൻ ആ വാക്ക് വായിച്ചു വന്നായിരുന്നു. ഓർമ്മയുണ്ടോ വാക്ക്? തിമോഥെയോസ് ലേഖനത്തിനകത്ത് നമ്മളെ എൻ്റെ 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ നമ്മൾ എന്നാ വായിച്ചത്? നിങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ പെട്ടെന്ന് നിർത്താം. 15-ാമത്തെ വാക്യം 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന് 15. അവിടെ കൊടുത്തിരുന്ന വാക്യം ഡിസയർ ചെയ്യാൻ വേണ്ടി അല്ലേ? അല്ല, 1 തിമോഥെയോസ് 4:15. ഡെലിജന്റ്ലി അല്ലേ? എന്താ ഡെലിജന്റ് വാക്കിന് മലയാളം അർത്ഥം? പ്രാക്ടീസ് ചെയ്യാന്നല്ലോ. ഡെലിജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീക്ഷ്ണതയോടെ അല്ലേ, വളരെ കൊതിയോടെ അല്ലേ, കൊതിയോടെ നീ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിക്കണം. പക്ഷെ എൻ്റെ നല്ലൊരു ഭാഷ കൊടുത്ത വാക്ക് പ്രാക്ടീസ് ദീസ് തിങ്സ്. അതല്ലേ കറക്റ്റ് ചേരുന്നൊരു വാക്ക് അല്ലേ? പ്രാക്ടീസ്. തിമോഥെയോസ് എന്ത് ചെയ്യണം? ഒരു വിശ്വാസി വരുമ്പോൾ എന്ത് ചെയ്യണം?
അവിടെ 2 മണിക്കൂർ വചനം പറഞ്ഞുകൊണ്ടിരിക്കാതെ, വചനം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, വചനത്തെ ഉറപ്പിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും. വചനത്തിൽ ഇപ്പം ഞാൻ ലിംസിസ്റ്റർ ഇപ്പം വിശ്വാസത്തിലല്ലെന്ന് വിചാരിച്ചു, മറ്റു വിശ്വാസം നിൽക്കുന്ന ഒരാളാണ്. ഞാനൊരു വാക്യം വേണേൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് നമുക്ക് അവസാനിപ്പിക്കാം. സമയം കയറിപ്പോയി, നമുക്ക് ഇൻഫോം ചെയ്യേണ്ടി വരും അല്ലേ? മെസ്സേജ് ഇത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 തിമോത്തിയോസ് 2:26 ഒന്ന് വായിക്കാവോ? ഇത് പറഞ്ഞിട്ട് നമുക്ക് ഒറ്റ വാക്കി ക്ലോസ് ചെയ്യാം. അല്ല സിസ്റ്റർ, 2 തിമോത്തിയോസ് 2:26. 2 തിമോത്തിയോസ് ഇതൊക്കെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരു ശ്രദ്ധിച്ചോണം, ലോക മനുഷ്യൻ പിശാചിന്റെ പിടിയിലാണ്. അടുത്ത വാക്യം നോക്കിയേ, അവന്റെ സുബോധം എന്ത് ചെയ്തു? അപ്പൊ സുബോധം അവൻ പ്രാപിക്കുവാണ്. അതിന്റെ അർത്ഥം അവൻ എവിടെയാ കിടക്കുന്നത്? സുബോധമില്ല അവന്. അപ്പൊ നിങ്ങൾ പോയിട്ട് പറയാ, അതേ ചർച്ചിലോട്ടെങ്ങാനും വന്ന അച്ചായ ഭയങ്കര അത്ഭുതം. അവന് സുബോധത്തെ ബ്ലോക്ക്, അവന്റെ ബോധത്തെ എന്ത് ചെയ്തേക്കുക? പിശാച് ബ്ലോക്ക് ചെയ്തിരിക്കുക, വരരുത്. നീ കുരിശ് കൃഷിക്കാരനാണ്, നീ ബിരിയാണി കൊടുത്ത് ആൾക്കാരെ കൂട്ടാനുണ്ട്, ഇത് അവന്റെ മൈൻഡ് കെട്ടിവെച്ചിരിക്കുക. അവൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല അവൻ. അവന്റെ സുബോധം, അവന്റെ ബോധത്തെ കെട്ടിവെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പ്രഭു എന്ത് ചെയ്തേക്കും? അവന്റെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു. അവിടെ പോയിട്ട് നിങ്ങൾ വചനം പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് യേശു ആദ്യം വചനം പറഞ്ഞില്ല, പകരം എന്ത് ചെയ്തു? ആദ്യം ആ ദൈവപ്രവൃത്തി ചെയ്തിട്ട് അവനോട് പറയുക, എന്നെ അനുഗമിക്കുക, ഞാൻ ഇനി പറഞ്ഞു തരാം ബാക്കി. കണ്ട, ഇനി എവിടെ പോലെ യേശുവിന്റെ പുറകെ അവൻ വന്നോളൂ. ഒരു ഹാലിൽ പറഞ്ഞത്. അപ്പൊ കൃപാവരങ്ങളുടെ പ്രത്യേകത നോക്കി, അവന്റെ കെട്ടുകളെ അഴിക്കുകയാണ്. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഒരാളെ ഡെലിവറൻസ് കൊടുക്കുന്നതാണ് കൃപാവരം. അപ്പൊ ഇതിനെ ഉപേക്ഷയായിട്ട് എന്ത് ചെയ്യരുത്? ചിലപ്പോൾ അത് രോഗസൗഖ്യമാകാം, ചിലപ്പോൾ അത് പ്രവചനമാകാം, ചിലപ്പോൾ വർക്കിംഗ് മിറക്കിൾസ് ആയിരിക്കാം, ചിലപ്പം ഒരു ബലപ്പെടുത്തുന്ന വചനമായിരിക്കും. ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. ഒരു ഹാലിൽ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് പിശാച് എന്ത് ചെയ്ത് ഒരു ബ്ലോക്ക് ഇട്ടു. ഇതിലൊന്നുമല്ല കാര്യം, ഇതിലൊന്നുമല്ല കാര്യം. രക്തസഭക്കാർ പറയാം, പാല് മേടിക്കാൻ പോലും കാപ്പി തരണമെന്ന് ആഗ്രഹമുണ്ട്, പെണ്ണി വിതർന്ന് ഒരു ചായ തരണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളിക്കാർ പറയാം പാല് മേടിക്കാൻ ഉള്ളതും കൂടെ ആ വൈദ്യം കൊണ്ടുപോയി. നമ്മൾ പറയും ഇതൊന്നുമല്ല സൗകര്യ കാര്യം, ഇതൊന്നുമല്ല കാര്യം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മളിപ്പോൾ ഇതാ ശരിക്കും നമ്മൾ ചിരിക്കാൻ പറഞ്ഞാൽ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തകർന്നവനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല. യേശു ആയിരുന്നെങ്കിലോ അവനെ സൗഖ്യവുമാക്കി അവൻ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുകയും ചെയ്തേനെ. കണ്ടോ? നമ്മൾ നേരെ തിരിച്ച് അവനെ പിടിച്ച് മുമ്പിൽ ഇരുത്തിയിട്ട് അവനോട് പറയാം, അവനെ അങ്ങ് എൻകറേജ് ചെയ്യും. ഇതിലൊന്നും അല്ല സഹോദര കാര്യം, നിത്യത നമുക്ക് പോകാമല്ലോ, നിത്യത നമുക്ക് വേണം സഹോദര. പക്ഷെ ഭൂമിയിൽ ജീവിക്കേണ്ട 100 വയസ്സ് വരെ ജീവനിൽ വാഴണ്ടേ? ഡിവൈൻ ഹെൽത്ത് നമുക്ക് വേണ്ടേ? വിടുവിക്കുവാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഒരു കാലം പറഞ്ഞാട്ടെ. അവന് വേലക്കാർ ചുരുക്കവേ ഉള്ളൂ നിന്റെ അകത്ത്. ആമേൻ. നോക്കിക്കേ. അപ്പൊ പിശാച് അവരെ പിടിച്ച് അവരുടെ കണ്ണുകൾ, അവരുടെ സുബോധം എന്ത് ചെയ്തേക്കുക? ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാനിപ്പോ സിസ്റ്ററോട് ഒരു പ്രവചനം പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ സിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ സിസ്റ്റർ ഇപ്പൊ ഒരു വിഷയത്തിനകത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുക, സഹോദരി യേശു അത്ഭുതം ചെയ്യുന്നുണ്ടോ? അത് കേൾക്കുവോ? സഹോദരിക്ക് അത് ചിന്തിക്കാൻ പോലുള്ള മാനസികാവസ്ഥയിലല്ല. പകരം ആ ഡെലിവറൻസ് സംഭവിച്ചാൽ, ഇപ്പൊ യേശു മലമേൽ പ്രസംഗിക്കുക, മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്ത് മലമേൽ പ്രസംഗിക്കുക. യേശു പ്രസംഗം എല്ലാം കഴിയുമ്പോഴേക്ക് കുഷ്ഠരോഗി ഒന്ന്, കർത്താവേ നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ. യേശു വൃത്താന്തം തന്നെ പ്രസംഗിച്ചപ്പോഴും എന്തുവാ കണ്ടോ? പുള്ളിക്ക് അതൊന്നും കേൾക്കും. പുള്ളിയെ കർത്താവ് എനിക്ക് കിട്ടാൻ പറ്റില്ല, എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി അവനെ യേശു സൗഖ്യമാക്കി എന്നിരിക്കട്ടെ. എന്റെ ചോദ്യം, സൗഖ്യം കിട്ടിയാൽ പിന്നെ അവൻ യേശുവിന്റെ പുറകെ വരുമോ? ഒരു ഹാലിൽ പറഞ്ഞാട്ടെ. ചിലപ്പോൾ വരാതിരിക്കാം, ചിലപ്പോൾ മരുവായിരിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ദൈവം തൊട്ടാ പിന്നെ അവൻ ലോക്കാം. ദൈവമാ തൊടുന്നത് ഒരു വിടുതലിലൂടെ. അതിനെ തുച്ഛീകരിക്കരുത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാവോ? നമുക്ക് പ്രാർത്ഥിക്കാവേ. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? കൃപാവരങ്ങളെ വാഞ്ചിക്കരുത്, ഫ്ലെയിം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെയിം ചെയ്യുന്നത് എങ്ങനെയാ? അത് നല്ലൊരു വാക്കാണ് പറഞ്ഞേക്കുന്നത്. ഈ വേഷന്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ജോസഫ് പോലൊക്കെ നിൽക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു തീ പുകയൊക്കെ വരിക. ഞാൻ പോയിട്ട് പറയാം, ജോസഫ് ഒരു തീയും പുകയും കാണുന്നു, സ്റ്റോപ്പ് ചെയ്യും, വെയിറ്റ് ചെയ്യും. എന്തായിരിക്കും എൻ്റെ അർത്ഥം? കുറച്ച് നേരം അന്യഭാഷ പറ. അന്യഭാഷ പറയുന്നറിയോ? ഫെയ്ത്ത് ബൂസ്റ്റ് ആവും. ഫെയ്ത്ത് ബൂസ്റ്റ് ആയ ഫെയ്ത്ത് എന്നാ പറയുന്നത്? ആധാരമാണ്.
എല്ലാത്തിൻ്റെയും ബേസ് ഫെയ്ത്ത് ആണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് അല്ലേ. അപ്പൊ എൻ്റെ ഫെയ്ത്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫെയ്ത്ത് പോയിട്ട് ഓരോ കൃപാവരങ്ങളെ കയറി തൊട്ടുകൊണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് ആ പുകമറ ഇങ്ങനെ മാറി മാറി കർത്താവ് ഞാൻ കാണും, ദൈവത്തെ കാണും, ഞാൻ ദൈവത്തെ കാണും. കാര്യം ഞാൻ കർത്താവിനെ കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. കർത്താവിൽ വചനം പറഞ്ഞ അന്ത്യകാല ഞാൻ എൻ്റെ ആത്മാവിനെ പോലെ പുത്രന്മാരും എന്ത് ചെയ്യും? ഞാൻ പ്രവചിക്കും. പ്രവചിക്കുന്നതിന് വേണ്ടി അറിയാമോ? പ്രവചിക്കുന്നത് സഭ വളരാൻ വേണ്ടിയാ. കണ്ടോ, എൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമില്ലേ, 50-50 ഷെയറിന് വേണ്ടിയല്ല, സഭ വളരാൻ വേണ്ടിയാ. പറ, സഭ, യേശുവിന്റെ സഭ വളരാൻ വേണ്ടി പ്രവചിക്കുന്നത്. രോഗിയെ സൗഖ്യം സഭ വളരാൻ വേണ്ടിയാ. അവനെ ഞാൻ സഹായിക്കുക. ഓ യേശുവേ, ആ രക്തസ്രവക്കാരുടെ അവസ്ഥ കണ്ട കർത്താവേ, അവളുടെ ജീവിതം കണ്ട കർത്താവേ, രക്തമയമാണ് അപ്പാ അവളെ വിടിവിക്കുള്ള കൃപ എൻ്റെ മേലുണ്ട്. ഓ ഷബറകനാസി ഇത് പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ ആ പുകമറ മാറിയിട്ട് കർത്താവ് ജോസഫ് ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആദ്യം ചിലപ്പോൾ ഒരു ജയായിരിക്കും വന്നേക്കുന്നത്. ഞാൻ ചോദിക്കുക, ബ്രദറെ, എൻ്റെ കർത്താവിൻ്റെ ഉള്ളത്തിൽ ജയ എന്ന് പറഞ്ഞൊരു അക്ഷരം കാണിക്കും. ഇതാണ് ആദ്യമായിട്ട് കാണുക. പുള്ളി പറയും, എൻ്റെ പേര് ജോസഫ് എന്ന്. ഇങ്ങേർക്ക് വിശ്വാസമാകുമില്ലയോ? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുക. ഇനി ആ ജയക്ക് അതിൻ്റെ അറ്റത്ത് ജോസഫ് എന്നും കൂടെ വന്നാലോ? ഇങ്ങേർ തുള്ളി ചാടുമില്ലയോ? ഇനി ജോസഫിൻ്റെ അകത്തിരിക്കുന്ന ആ ഹൃദയ രഹസ്യം വെളിപ്പെട്ടാലോ? കമന്ന് വീണോ ഇല്ലയോ? വീഴും. പിന്നെ എളുപ്പമാണോ സുവിശേഷം പറയാൻ? ഞാൻ പറയാം, ജോസഫ് ബ്രദറെ, കാട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, വരാൻ പറ്റുമോ? റെഡിയാ. കാര്യം എന്തുവാ? അടുത്തത് എന്തോ സംഭവം ഈ ഹൃദയത്തിൽ രഹസ്യം വെളിപ്പെട്ടാൽ പിന്നെ എവിടെ വേണേലും എന്ത് ചെയ്യും? ഒരു കാലിൽ പറയാം, ഒരു സ്വോത്രം പറഞ്ഞ്. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. നമ്മൾ നിഗളിക്കാൻ പറയുമല്ലോ, കർത്താവിൻ്റെ കൃപയാകട്ടോ. ഞാൻ ഈ കാര്യമൊക്കെ പണ്ട് വെച്ചത്, കർത്താവ് കൃപാവരം ജോലിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും വരും. കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ പ്രാർത്ഥനയുടെ സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ 3 ദിവസം അവർ US നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം കേരളത്തിൽ വന്നു. ഞാൻ വിസിറ്റിംഗ് എന്നാണ്, അല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം 3-4 ദിവസം പ്രയർ കഴിഞ്ഞ് തിരിച്ചുപോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒറ്റ കൈവെപ്പിന് വേണ്ടി ഒരു സ്വതം പറഞ്ഞാട്ടെ. മിടുക്കനാകാൻ വേണ്ടിയാണ് നമുക്ക് തന്നേക്കുന്നത്? അല്ല. അവർ പോയിട്ട് പറയാം, അങ്ങനെ ഒരാളുണ്ട്. എന്നോട് ഞാൻ പറയും, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല, യേശുവിൽ വിശ്വസിക്കണം. കേട്ടോ, ഗോസ്പൽ എളുപ്പമായില്ലേ? പറ, ഗോസ്പൽ എളുപ്പമായോ? അല്ലെ നമ്മൾ വെറുതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടോ? പിശാചുക്കളാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് സഭയ്ക്കകത്ത്. യേശു പ്രസംഗിക്കുമ്പോഴും പള്ളിയിൽ ആരുണ്ട്? ഇന്ന് യേശുവാണ് ഗസ്റ്റ് എന്ന് കേട്ടപ്പോൾ പിശാച് പോയോ? നിങ്ങൾ പറ. ഇന്ന് യെരുശലേമിൽ പ്രസംഗിക്കുന്നത് ആരാ? അവർ നേരത്തെ പോസ്റ്റർ അടിച്ചായിരുന്നു, യേശു എന്ന നസ്രത്തുകാർ വരുന്നുണ്ട്, പിശാച് പോയോ? പറ. ഞാൻ ചിരിക്കാൻ പറഞ്ഞാലേ, പിശാച് പോയോ? യേശുവിന്റെ ഫ്ലെയർ കണ്ടിട്ട് പിശാച് പോയോ? യേശു വാന്ന് പറഞ്ഞിട്ട് പിശാച് പോയോ? യേശു കയറിയപ്പോ പിശാച് പോയോ? യേശു പറയാൻ തുടങ്ങിയപ്പോൾ പിശാച് പോയോ? യേശു കൽപ്പിച്ചു പോടാന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? അപ്പൊ അതുവരെ ആരുണ്ട് അവിടെ? ഇവിടെ ഉണ്ട്. പുറത്താക്കുന്നത് വരെ അവനുണ്ട്. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം അവനിടയിലുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കൃപാവരങ്ങളെ വാഞ്ചിക്കണം, പിശാചേത ദൈവത്തിന്റെ മക്കളെന്ന് വിവേചിക്കണം. ഒരു നിമിഷം എണീറ്റാട്ടെ. ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നല്ലേ? ദൈവാത്മാവ് വ്യക്തമായിട്ട് ലിനിയാൻ്റെ കുറേ നേരം ചോദിച്ചപ്പോൾ ലിനിയാൻ്റെ ഒന്നും മനസ്സിലായില്ല. കാര്യം ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു. ഇത്രയും പേർ നമ്മളുണ്ട്. അവർ നിങ്ങൾ അതിന് കുഴപ്പക്കാരായിട്ടല്ല, പക്ഷെ ദൈവം സ്പെസിഫിക് ആയിട്ട് ഒരാൾ ആ ടൈമിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു. ആ കാര്യം വെളിപ്പെട്ട് നമ്മൾ കേട്ടായിരുന്നല്ല, പേര് വെളിപ്പെട്ടത്. അപ്പോൾ അത് പ്രാക്ടിക്കൽ തലത്തിലേക്ക് ലിനിയാൻ്റെ വലിയ സ്ട്രഗിൾ ചെയ്തോ കൊണ്ടുവരാൻ വേണ്ടി. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? ആ കൃപാവരെ യൂസ് ചെയ്തു. ആ യൂസ് ചെയ്തതാണ് വേർഡ് ഓഫ് വിസ്ഡം അവിടെ യൂസ് ചെയ്തത്. എന്നാൽ ഇപ്പോഴും പ്രൊഫസി അവിടെ വന്നിട്ടില്ല. വേർഡ് ഓഫ് വിസ്ഡമും വേർഡ് ഓഫ് നോളജുമാണ് എന്ത് ചെയ്തത്? യൂസ് ചെയ്തത്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? അത്രയും വേർഡ് ഓഫ് വിസ്ഡം. ചിലപ്പോൾ പ്രൊഫസി ഫസ്റ്റ് വരും, വേർഡ് ഓഫ് രണ്ടാമത് വരും. വേർഡ് ഓഫ് വിസ്ഡം വേർഡ് ഓഫ് നോളജും കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂസ് അടുത്ത പ്രൊഫസിയാണ്. അതുകൊണ്ട് വളരെ പറയത്തില്ല, പേര് വിളിക്കുന്നത് വലിയ കാര്യമാണ്. ആദ്യം വേർഡ് ഓഫ് വിസ്ഡം തുടങ്ങുക, പിന്നെ ആ വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൊഫസി വരുന്നത്. അതാരും കേൾക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് യൂസ് ചെയ്യണം. ഇപ്പം കാറ് കിട്ടുന്നതൊക്കെ വലിയ പ്രവചനം കളിയാക്കാറുണ്ട്. ഞങ്ങൾക്ക് കാറ് മേടിക്കുന്ന സമയത്ത് ഞാനും ബെന്നിവറും കുറേ വണ്ടി തപ്പി നടന്നു. പെട്ടെന്ന് അനുസരിച്ചിട്ട് മനസ്സിലേക്ക് കർത്താവ് പറഞ്ഞിട്ട് വെള്ള വണ്ടി 7 സീറ്റർ കാണിക്കുന്നു പറഞ്ഞു. ഞാൻ കറുപ്പ് വണ്ടിയുടെ പുറം നടക്കും. കറുപ്പും ആഷ് കളർ കുറേ അല്ലേ, എന്തോരം വണ്ടി നമ്മളുണ്ട് ഫാലക്സി. ഒന്നും നടക്കുന്നില്ല, ഒറ്റ വണ്ടി അടുത്തില്ല.
അപ്പോഴും ഞങ്ങൾ പറഞ്ഞു നമ്മൾ വെള്ളവണ്ടിയല്ലേ കർത്താവ് കാണിച്ചത്. അപ്പം തന്നെ ഡയറി നോട്ട് കർത്താവ് വെള്ളവണ്ടി തന്നെ കണ്ടി. അത് എഴുതിയതിൻ്റെ 4-ാമത്തെ ആഴ്ച വെള്ളവണ്ടി കിട്ടി ഒരു ഹാലയിൽ പറഞ്ഞിട്ട്. അപ്പോൾ ചോദ്യം, പരിശുദ്ധാത്മാവ് കാറ് തരുന്നതാണ് പ്രവചനം? ദൈവം അങ്ങനെ തരാൻ ആഗ്രഹം ഞാൻ എന്താ നോ പറയുന്നത്? നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ദൈവത്തിന് ചിലപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നയാളാ, അല്ലേ? എല്ലാം അറിയുന്നയാളാ. വിധവയുടെ 2 അണയെ അറിയുന്നയാളാണ് പത്രോസേ. നിന്റെ അകത്തെ അവിശ്വാസത്തെ അറിയുന്നയാളാണ്. അത്തികളുടെ നദനയിലെ നിന്നെ എനിക്ക് അറിയാം. എല്ലാം അറിയുന്ന ഒരാളാണ്. ഒരു ഹാലലി പറഞ്ഞാട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് അന്യഭാഷ പറയാം. പൗലോസ് എന്ന് പറഞ്ഞ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ? എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവേ. ഞാനിപ്പോൾ ഒരു പ്രവചനം സിസ്റ്ററോട് പറഞ്ഞാൽ, ഇപ്പം ആദിമ സഭയിലാണെങ്കിൽ അവർ എൻകറേജ് ചെയ്യും കൊരിന്ത്യക്കാർ. നമ്മളാണ് എന്നാ പറയും, പ്രവാചകി വന്നേക്കുന്നത്. നമ്മുടെ ഇടയിൽ ആ പതിവുകളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭകളിൽ ഏതെങ്കിലും കണ്ടുണ്ടോ രോഗികളെ എണീപ്പിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, സഹോദര ഒന്ന് ചെക്ക് ചെയ്യും എന്നാ വ്യത്യാസം? കണ്ടിട്ടുണ്ടോ? നമ്മൾ സഭകളിൽ കണ്ടിട്ടുണ്ടോ? എന്നാ കാണാത്തത്? ചെയ്യാത്തത് കൊണ്ട്. എന്നാ ചെയ്യാത്തത്? വിശ്വാസം കുറവായുണ്ട്. എന്നാ വിശ്വാസം? അത് കിട്ടിയിട്ട് വേണം രോഗീനെ. ബൈബിളിൽ പറഞ്ഞത് ബൈ ഫെയ്ത്ത്. ഒരു കാലയിൽ പറഞ്ഞാട്ടെ. അപ്പം നമ്മുടെ ഇടകളിൽ അങ്ങനെ സംവിധാനങ്ങൾ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇംഗ്ലണ്ടിലെ പഴയ ഉണർവുകളെ പറ്റി അല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ അസൂസാസൂത്തിൽ ഉണർവ് നടന്നത് എന്ത് ചെയ്യും? ഇവിടെ നടക്കും. അതിന് ഇപ്പോൾ ഒന്നും പറയാനില്ലാത്തത്. നമ്മളിപ്പോഴും 100 വർഷം പുറത്തുള്ളൊരു ഉണർവിലെ അസൂസയിലെ പോയി നിൽക്കുവാണ്. എൻ്റെ പ്രിയരെ, ഇന്നും നടക്കാൻ റെഡിയായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് അത് നിങ്ങളിൽ ഇന്ന് ജോലിക്കാൻ വേണ്ടി പോവാ. ഇന്ന് ഞാൻ ഈ ഫാൻ വെച്ചേക്കുന്നുണ്ട്. ഈ ഫാൻ ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ എന്നെ അവിടെ സംഭവിക്കുന്നത് ഫാൻ ആൻഡ് ഫ്ലെയിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ഇതിനെ ജ്വലിപ്പിക്കുക. ഞാൻ ഈ ഫാൻ വെച്ച് എന്ത് ചെയ്യുക? എന്ന് ഉദാഹരണമായിട്ട് പറയണോ? ഈ ഫാൻ വെച്ച് നമ്മൾ ഈ തീ എന്ത് ചെയ്യുക? അപ്പൊ അന്യഭാഷ പറയുമ്പോൾ എന്ത് ചെയ്യുക? അന്യഭാഷ പറയുമ്പോൾ എൻ്റെ പ്രവചനം കൂടുതൽ എൻ്റെ രോഗസൗഖ്യത്തിന്റെ എന്തിനാ ഇതെല്ലാം കിട്ടുന്നത്? ദൈവരാജ്യത്തിൽ അനേകരെ നേടുവാൻ. ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണ്. നമ്മുടെ ലാലു ബ്രദർ അല്ലേ, സിസ്റ്റർ അല്ലേ, ലാലു അവരുടെ പേരല്ലേ, ചെവി പ്രശ്നം ഉണ്ടായിരുന്നു മോൻ ലാല് അല്ലേ. ഇങ്ങനെ ചിന്തിച്ച് നോക്കി, അവൻ്റെ മോൻ സൗഖ്യമായാലോ? നിങ്ങൾ പോയി കൈ വെക്കുമ്പോൾ മോൻ സൗഖ്യമായാലോ? അപ്പം നിങ്ങൾ 2 പ്രാവശ്യം പ്രാർത്ഥിച്ച് സൗഖ്യമായോ? അപ്പോൾ എന്തുണ്ട് അതിൻ്റെ പിന്നിൽ? ഒരു കാരണമുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ സൗഖ്യം നടക്കും. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? അതെന്താന്നുള്ളത് കർത്താവിൽ നിന്നും റിവീൽ ചെയ്തെടുക്കണം. അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ ഓരോന്നിനെ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ വെന്റിലേറ്ററിൽ കിടന്ന രോഗിയെ പറ്റി ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ്. വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്, അയാൾ സംസാരിക്കത്തുമില്ല, മരിക്കാൻ പോവാന്ന് പറഞ്ഞു. അതിൻ്റെ ആ പുള്ളിക്കാർ വിളിച്ചിട്ട് ഇന്ന സംഭവം ഇന്ന കാര്യത്തിൽ സിസ്റ്ററെ അത് ബ്രേക്ക് ചെയ്യാൻ കർത്താവ് പറഞ്ഞു. അത് ബ്രേക്ക് ചെയ്തതിൻ്റെ 2-ാം ദിവസം വെന്റിലേറ്റർ രോഗി പെട്ടെന്ന് ചാടി സംസാരിച്ചു. ഇതെന്നെ നടന്ന അവിടെ കണ്ടോ? അതിൻ്റെ കാരണം എന്തായിരുന്നു? അത് ബ്രേക്ക് ആയപ്പോൾ ഇവിടെ ഡെലിവറൻസ് ഉണ്ടായി. ഹാലലൂയ പറഞ്ഞു. ഞാനിത് പറയാൻ നിർബന്ധിക്കുന്ന കാരണം, നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോഴേക്ക് അവിടെ പോയിട്ട് നോട്ടീസ് കൊടുക്കുന്നു. അവൻ പറയുന്നു ഇത് ഞങ്ങൾ അവിശ്വാസത്തിൽ കീറി ദൂരെ കളയും. ആണോ അല്ലയോ? അവർ ദൂരെ കളയും. അവർ പറയും ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, പൊക്കോളാൻ പറയും. നമ്മൾ എന്നാ ചെയ്യും? കർത്താവിന് വേണ്ടി നിന്ന ഏറ്റു. സ്വോത്രം. കർത്താവ് പറയും, നിന്നോട് ഞാൻ എന്നാ പറഞ്ഞേക്കരുത്? ഒരു വീട്ടിൽ ചെന്നാ അവൻ്റെ കൂടെ തന്നെ അവൻ്റെ രോഗികൾ എന്ത് ചെയ്യണം? അവൻ്റെ ഭൂതത്തെ അഴിക്കണം. ഇതല്ലേ പറഞ്ഞത്? നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ നോട്ടീസ് കൊടുക്കുന്നു, ഓടിപ്പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. വിവേചിക്കണം ഏത് ആത്മാവാണ്. ഇതൊക്കെ നമ്മൾ ആ കൃപാവരങ്ങളെ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് മുന്നോട്ട് പിന്നെയും കേൾക്കാൻ. നമ്മളെല്ലാം ഈ സമയത്തിൻ്റെ അകത്ത് ലോക്കായി നിൽക്കുന്നതുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലായിരിക്കുന്നവർ, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ മൈൻഡ് സെറ്റപ്പ് ക്ലിയർ ആക്കുക. എൻ്റെ കൃപാവരങ്ങളെ ഞാൻ യൂസ് ചെയ്യും. നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ പ്രാക്ടീസ്, നിങ്ങളെ കാണുന്ന ദർശനങ്ങൾ, ആ ദർശനം കാണുമ്പോൾ അന്യഭാഷ പറഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ആ ദർശനത്തിൻ്റെ ആഴത്തിലോട്ട് കയറണം. അതെന്താന്നുള്ളത് കർത്താവ് സംസാരിക്കും. ലൈംസ് ഓഫ് ഫ്രൂട്ട് അത് വളരെ ഈസി. അവരുടെ വൺസ് നിങ്ങളിത് യൂസ് ചെയ്യാൻ തുടങ്ങി, അപ്പം നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചമ്മലൊക്കെ മാറ്റി എന്തായാലും കർത്താവിന് വേണ്ടി നിന്നേക്കാൻ ആണോ? എന്തായാലും റെഡിയല്ല നമ്മൾ കർത്താവിന് വേണ്ടി നിന്നേക്കാൻ. പിന്നെ എന്നെ പേടിക്കാനുള്ളത്? നിന്നേയും പരിഹാസമൊക്കെ റെഡിയായിട്ട് നിൽക്കുക. പിന്നെയാണോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ പറയോ അത് നടന്നിട്ടൊന്നുമില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്യുക.
പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള വാക്ക് പോലെ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. റാസെറ്റേബേരിയ ലഷോറ്റ് ബ്രേക്കന ഫാറക ദീരിക മാറക ദാരക ദാര അന്യ ഭാഷ പറഞ്ഞു എരീമ സൈറ്റലബ റമനിയ ടേരിയ മസാരക ടേരിയ. ഇന്ന് ഇനി ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ആ വചനങ്ങളെ ഉപവാസം ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പ് എന്തായിരിക്കണം? കർത്താവേ, എൻ്റെ അകത്ത് ആ ജ്വലനം, എൻ്റെ ആദി വിശുദ്ധ മോസ്റ്റ് ഹോളി ഫെയ്ത്തിനെ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓ ബറാല ശേരേരേരിയ റബേരിയ ശകേരിയ ലതേരിയ റകോ റകി 9 കൃപാവരങ്ങളും നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. 9 കൃപാവരങ്ങളും നിങ്ങളുടെ അകത്ത് റെഡി ആയിട്ടിരിക്കുക. 9 കൃപാവരങ്ങളും ചലിക്കുമ്പോൾ റെഡി ആയിട്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുക. റേകേ ഷീരാ ബരെ രേബെ രീബ രീബ റകെ ലേബെ ആരാ സേരെ ബേരെ റിക മനസകെ റിബ റബ ശന്ദ റക മനസകെ റിക. യേശുവിന്റെ നാമത്തിൽ ബേത്സൈദ പോലെയുള്ള പട്ടണങ്ങൾക്കകത്ത് വന്ന് അനേകരെ പുറത്തെടുക്കുക. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആവശ്യമുണ്ട്. അനേക ക്യാൻസർ രോഗികളെ, അനേക മുടന്തരെ, അനേക ചെകിടരെ, അനേക രൂമരെ, അനേക കുരുടരെ സൗഖ്യമാക്കുവാനും മരിച്ചതിനെ ഉയർപ്പിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും ദൈവരാജ്യം പ്രസംഗിപ്പാനും യേശു കണ്ടത് നിങ്ങളെയാണ്. സ്വയം പറ, യേശു എന്നെ കണ്ടതാണ്. യേശു എന്നെ കണ്ടതാണ്. പറ സ്വയം പറ. അപ്പോസ്തലന്മാർ സ്വയം എണ്ണിയതുപോലെ നിങ്ങളുടെ നിഴലെ പോലും സൗഖ്യം വ്യാപരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ ഭൂതം അലറി പറയാൻ പോകുക. പിശാചിന്റെ ടെറിട്ടറികളെ ഞങ്ങൾ വെട്ടി പ്രാർത്ഥിക്കുന്നപ്പ, പിശാചിന്റെ ടെറിട്ടറികളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കൃപാ വരങ്ങൾ, ആത്മീയ ശക്തി നിങ്ങളുടെ അകത്ത് ജ്വലിച്ച് കയറി വരട്ടെ. അന്യഭാഷ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ഓ ആ ദർശനങ്ങൾക്ക് ക്ലാരിറ്റി വരട്ടെ, വിഷൻസുകൾ ക്ലാരിറ്റി ആകട്ടെ. ഒന്ന് കണ്ണടച്ച് കണ്ടേ, ആത്മാവിൽ സ്വീകരിച്ചേ. ആ പുക മറകൾ നീങ്ങിപ്പോട്ടെ. റേ റോ ഷേ രേ ബോ റേ. ഓ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേല് എന്റെ ആത്മാവിനെ പകരും. കേട്ടെ കേട്ടെ കേട്ടെ, എന്റെ പുത്രന്മാര് പുത്രിമാര് പ്രവചിക്കും. ഓ സേറോല ബാബ. ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾ പ്രവചിക്കുന്നവരാകണം. ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾ ബന്ധിതരെ അഴിക്കുന്നവരാകണം. പിശാചിന്റെ ആഗ്രഹം ഈ സത്യം അറിയരുത് കേട്ടോ. ഇന്ന് പറ, ഞാൻ സത്യം അറിഞ്ഞു പോയെന്ന് പറ. ഞാൻ സത്യം അറിഞ്ഞു പോയെന്ന് പറ. ഞാൻ ലോകം മുഴുവൻ പോകും, അടുത്ത പട്ടണങ്ങളിലേക്ക് ഞാൻ പോകും. ചെകിടൻ കേൾക്കുവാൻ വേണ്ടി പോകുക. നിങ്ങളുടെ കരത്തിലൂടെ ചെകിടൻ കേൾക്കാൻ വേണ്ടി പോകുക. Saint Amori Yante Lebe Rice Bere Riba Ori Biri 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 Riba Ori Biri 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 instant creative miracles. Ria Shira la Baragala 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 Baragateria Maragateria Udabala Rigateri Biri 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 Ba. ഇന്ന് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കർത്താവേ, ആള് മാറിവരെ പോലെ വിഷൻസുകൾ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ന്യൂ ഡയറക്ഷനുകൾ ന്യൂ വിഷനുകൾ Sofena dia madia na baria sofena riala para bala sofena ribala 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 ba riala para bala para bala para bala ribala ba uda bala bala raga siantele masiantere foralia sofa swala berianteri പുതിയ അന്യഭാഷകൾ കൃപാവരവുമായി ബന്ധപ്പെട്ട അന്യഭാഷകൾ വരാൻ പോകുക. കൃപാവരങ്ങളുമായി കണക്ട് ചെയ്യുന്ന, വ്യാഖ്യാന വരങ്ങളുമായി കണക്ട് ചെയ്യുന്ന, സയൻസ് ആൻഡ് വണ്ടറുമായി കണക്ട് ചെയ്യുന്ന, ഏഞ്ചൽസുമായി കണക്ട് ചെയ്യുന്ന ന്യൂ ടാങ്ക്സ് ന്യൂ ടാങ്ക്സ് ആത്മാവിന്റെ തീക്കകത്ത് യേശുവേ, ആത്മാവിന്റെ തീക്കകത്ത് ചാടി കയറിക്കേ. ആത്മാവിന്റെ തീക്കകത്തോട്ട് അത് ജ്വലിക്കട്ടെ. ആർക്കും നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. ആർക്കും നിങ്ങളുടെ ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യാൻ കഴിയത്തില്ല.
നിങ്ങൾ പട്ടണങ്ങളെ പിടിക്കുമ്പോൾ നിങ്ങൾ ദേശങ്ങളോട് പ്രവചിക്കൂ, ലോക രാജ്യങ്ങളോട് പ്രവചിക്കൂ. ആ ഹീലിംഗ് പവർ മൂവ് ആകട്ടെ, ഹീലിംഗ് പവർ, ആ പ്രൊഫറ്റിക്കൽ പവർ മൂവ് ആകട്ടെ, ആ ഹീലിംഗ് അനോയിന്റിംഗ് മൂവ് ആകട്ടെ, ആ ഹീലിംഗ് അനോയിന്റിംഗ് മൂവ് ആകട്ടെ. ഒഴുകട്ടെ 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 ഒഴുകട്ടെ. റാലാസ് Barabala 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 baraba. Barabala 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 rigade. Barabala rigade biri 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 biri. ആത്മാവിന്റെ തീക്കകത്ത് പരിശുദ്ധാത്മാവെ വിഷൻസുകൾ 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 ചിലരുടെ പേരുകൾ വെളിപ്പെട്ടു വരും. അവരുടെ ഹൃദയ രഹസ്യം വെളിപ്പെട്ടു വരും. പ്രൊഫറ്റിക്കൽ ലൊക്കേഷനുകൾ, പ്രൊഫറ്റിക്കൽ ഡെലിവറൻസുകൾ, പ്രൊഫറ്റിക്കൽ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ദൈവം സംസാരിക്കുന്ന പോകുക. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. പുതിയ ടങ്സുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളൊരു വ്യക്തിയോട് പോയിട്ട് ഞാൻ വിശ്വാസിയാന്ന് പറയാതെ നിങ്ങളെപ്പറ്റി അവൻ പറയണം. അതാണ് പൗലോസ് പറയുന്നത്, നിന്നെപ്പറ്റി നിന്റെ അഭിവൃദ്ധി എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ആകണം. മറ്റുള്ളവർ അറിയണം നീ പ്രവാചകനാണ്, മറ്റുള്ളവർ അറിയണം നീ വിശ്വാസിയാന്ന്, നിങ്ങൾ കളിച്ചാൽ വിവരം അറിയുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധം നിന്നാൽ അവന്റെ പരിപാടി നടക്കത്തില്ലെന്ന് അവൻ അറിയുന്ന രീതിയിൽ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെല്ലാം ഇന്ന് റിവീൽ ആകട്ടെ. പ്രാർത്ഥിച്ച ഒരു നിമിഷം. എന്നോട് പറ, ഉണ്ടെന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകുമെന്ന് പറ. മത്തായി പറഞ്ഞു, ഉണ്ടെന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകും. നിങ്ങളെ കൈ ഒന്ന് എടുത്ത് വെച്ച് കയ്യെ നോക്കിയിട്ട് പറ. മർക്കോസിന്റെ 16 പറയുന്നു, രോഗികളുടെ മേൽ യേശു ബോഷ്ക്ക് പറയുവോ? അപ്പൊ ഒരു തവണ പോയി കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് യേശു 2 തവണ യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഒരു തവണ പലരുടെ ചോദ്യം, കർത്താവ് ഞാനൊരു പ്രാർത്ഥിച്ചിട്ട് എന്നാ ഈ കൈ ഭവനം പറഞ്ഞു കൈ വെച്ച രോഗി എന്ത് ചെയ്യും? പക്ഷെ ഞാൻ കൈ വെച്ചിട്ട് 10 പേരിൽ 2 പേര് സൗഖ്യമായി, 3 പേര് എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ പറയുന്ന കർത്താവേ അടുത്ത കൃപാവരത്തിലേക്ക് സ്വിച്ച് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ പറയരുത് ഓ എൻ്റെ അകത്തില്ല, എൻ്റെ കൃപയില്ലെന്നല്ല. നിങ്ങളുടെ അകത്ത് കൃപയുണ്ട്. നിങ്ങളുടെ കരത്തെ പറ്റിയാണ് എൻ്റെ കരത്തിലുള്ള രോഗികൾ സൗഖ്യം. ഒന്ന് പറഞ്ഞു, ഒന്ന് പ്രവചിച്ച് 2026 കാണട്ടെ എൻ്റെ കരത്തിലൂടെ. പറ, എൻ്റെ കരത്തിലൂടെ. ഓ എൻ്റെ കരത്തിലൂടെ, എൻ്റെ കരത്തിലൂടെ ദൈവരാജ്യം നിറയാൻ പോവാ. ദൈവരാജ്യം നിറയാൻ പോവാ. അനേകരെ തീക്കകത്തുനിന്ന് വലിച്ചെടുക്കാൻ പോവാ. ഓ അനേകരെ തീക്കകത്തുനിന്ന് ക്യാൻസർ രോഗികൾ ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യമാകാൻ പോകുക. ഓ യേശുവിന്റെ നാമത്തിൽ വീൽ ചേർന്ന രോഗികൾ എണീറ്റ് നടക്കാൻ പോകുക. ചെകിടൻ കേൾക്കാൻ വേണ്ടി പോകുക. ഊമർ സംസാരിക്കാൻ പോകുക. ഓ റാലാ ബേരാ Setoria telemaka satalaka laka sateria seteria 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 rateria 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 shateria mereria rateria. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തൊടുപുഴയിലെ മീറ്റിങ്ങിനകത്ത് ഒരു സഹോദരി വന്നു. ആ സഹോദരി പറയാം, 10 വർഷം മുമ്പ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായ ഒരു ആക്സിഡന്റ് അകത്ത് എല്ല് പൊട്ടിയിട്ട് ഇവിടുത്തെ എല്ല് തള്ളി വന്നു. ഇവിടുത്തെ ഈ എല്ല് തള്ളി മുമ്പോട്ട് വന്നു. പുള്ളിക്കാരി 10 വർഷമായിട്ട് എല്ലാം അവിടെയുണ്ട്, വേദന അവിടെയുണ്ട്. തൊടുപുഴ പ്രാർത്ഥനയിൽ എന്നാൽ അവിടെ രോഗാത്മാക്കളെ ശാസിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്. തൊടുപുഴയിലെ ആ സഹോദരി പറയാം, ബൾജ് തന്ന എല്ല് കാണുന്നില്ല, തൊട്ടിട്ട് വേദനയില്ല, കൈക്ക് ഏറ്റക്കുറച്ചിലായിരുന്നു, നോക്കിയപ്പോൾ കറക്റ്റായി, അലൈൻമെന്റ് കറക്റ്റായി. ആ തള്ളി തന്ന അസ്ഥി എന്ത് ചെയ്തു അപ്പി നോക്കിയിട്ട് ലൈവ് സാക്ഷിയുണ്ട് സഹോദരി പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കണ്ടോ? അപ്പോൾ ആ ആക്സിഡന്റ് പിന്നിൽ ആരായിരുന്നു? 10 വർഷമായിട്ട് വേദനയും വെച്ചുകൊണ്ട് ആരാധിച്ചിട്ടും സൗഖ്യം നടന്നില്ല. പക്ഷെ ആ പർട്ടിക്കുലർ ടൈമിൽ, ഒരു ഡെലിവറൻസ് ടൈമിൽ അവിടെ എന്തുണ്ടായി? പറ. ദൈവം ഏൽപ്പിച്ചിരിക്കുക നമ്മുടെ കയ്യിൽ അനേകരെ. ഉപേക്ഷയായിട്ട് എന്ത് ചെയ്യരുത്? ഒരു നിമിഷം കണ്ണടച്ചിട്ട് വിഷയങ്ങളെ കീഴിൽ നമ്മൾ കയറാൻ പോവാ.
ഇവിടെ തിരി കൂടെ തിരിക്കാമ സെക്കൻഡ് കൂടെ തിരിക്കാമ ശമന കട എന്നുള്ളത് കർത്താവ് പറ. ചില ഡേറ്റുകൾ നിങ്ങളിലേക്ക് വരാൻ പോവുക. ലൈവിൽ കാണുന്നവരുണ്ടല്ലോ, ഡേറ്റുകൾ, ചില ഡേറ്റുകൾ, തീയതിയും മാസവും. നമ്മുടെ അകത്ത് അവിശ്വാസം പറയുന്നു ശരിയോ തെറ്റോ. ഇതിനകത്തൊരു വലിയൊരു ഭയങ്കര ഫൈറ്റ് നടക്കും നമ്മുടെ മനസ്സിൽ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി എന്താണ് ഫെയ്ത്ത്, എന്താണ് അൺബിലീഫും ബിലീഫും. ഈ ഫൈറ്റാണ് അൺബിലീഫും ബിലീഫും. കണ്ണടച്ച് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ആത്മതലങ്ങളിലേക്ക് നിങ്ങളൊന്ന് മൂവ് ചെയ്യാൻ പോവുക. ചില ഡേറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ചില ഡേറ്റുകൾ മനസ്സിലേക്ക് വരും, ചില ഡേറ്റ് നമ്പറുകൾ മനസ്സിലേക്ക് വരും. എന്നോടുള്ളത്തിൽ അങ്ങനെ പറഞ്ഞത് ഡേറ്റും നമ്പറുകളും ഷക്കലബർ. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണേ. എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പ്രാർത്ഥിച്ച് ശമന ഘടതക ശമന ഘടതല ശമന ഘടതല ശമന ഘടതല ശമന. ഒന്ന് ജ്വലിപ്പിച്ച്, അന്യഭാഷ പറഞ്ഞ് ജ്വലിപ്പിച്ച് കൃപാവരത്തെ ഒന്ന് കത്തിച്ച്. ശമകല ഘടതക ശമ ഘടതലപന ശകപന ഘടതല ഋഗതിരി ഘടതല ശകല ഘടതലപന ഋഗതല ഘടതലപന ഘടതലപന ഋഗതിരി ബടതല ഘടപരവ ശബാല റബാല 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 ശമാന ഋക്കാന സക്കേരിയ സഫന ഘടതരിക്ക് മന സകന അറിയതി. നമ്മളിപ്പോഴല്ല, കേരളത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു ക്യാമ്പ് വെക്കുന്നുണ്ടായിരുന്നു. ഒരു ക്യാമ്പ് അതിനുവേണ്ടി ദൈവം ഈ വർഷങ്ങളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അനേക ജനറേഷനെ എണീപ്പിക്കാൻ വേണ്ടിയുള്ള സ്പിരിച്വൽ ഗിഫ്റ്റുകൾക്ക് വേണ്ടി എങ്ങനെ അതിനെ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ അവിടെ ഷിമഹൂട. എല്ലാവരും പ്രാർത്ഥിച്ചു. ഡേറ്റുകൾ, സ്പെസിഫിക് ഡേറ്റ് ആണ്. കണ്ണടച്ചു, ഡേറ്റ് മാത്രമാണ്, ഡേറ്റ് മാത്രം പ്രാർത്ഥിച്ച്. ചുമ്മാ പ്രാർത്ഥിക്കരുത്. ഞാൻ നിങ്ങളുടെ സർക്കിളിനെ ഇപ്പോൾ ഒന്ന് ദൈവാത്മാവ് കാണിക്കാൻ പറ്റും. നിങ്ങൾ കാണുന്ന ഡേറ്റുകൾ ഇനിയിപ്പോൾ അത് പറയുന്നില്ല, പ്രാർത്ഥിച്ച്. അത് എവിടെ നിന്നാണ്, ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് ശ്രദ്ധിക്കണം. ലൈസോ പ്രഹാറ്റെ മകാസ ഫറ്റാക്കെ മസൈക്കറ്റ ബാറക തേരിക മാറക തേരിക ദാ ശബന ഹോഡദേരിക മസോഫ്ര കറ്റേലിക മസക്കന ഹോഡദലക മറക ഉടബല ഹഡദല ബന ഹഡദല ബനരിക തേരി ഹോഡദല ബറക തേരിക മസക്കന ഹോഡദേരിക മന ഹോഡദ ഉടബല റിക തേരി ബിരി 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 ബറ 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 മശതേരി കമനാസിക. മാസങ്ങൾ, മാസവും ഡേറ്റും, മാസവും ഡേറ്റും, മാസവും ഡേറ്റും, മാസവും ഡേറ്റും. അറഖില മനസക്കറ്റ ബറലസകെ റികലി ബറക ബക സകര. എല്ലാ അവിശ്വാസം ബ്രേക്ക് ചെയ്യുന്നപ്പ ഞങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടതാണ്. ഈ മുറിക്കകത്ത് ഒതുങ്ങേണ്ട ആളല്ല. ഞങ്ങൾക്ക് പട്ടണങ്ങളിൽ പോയി, ഭവനങ്ങളിൽ പോയി അവരൊക്കെ നേടാൻ വേണ്ടിയുള്ളവരപ്പ. ഈ കൃപാവരവുമായിട്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലപ്പ. അതിനെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് അപ്പ പ്രാക്ടീസ് ചെയ്യുവാനാ പൗലോസ് പറഞ്ഞു. ഓ സലബര കടദ ഷിമഹൂരിയ മസാന ഹർബീന ദഗീര ബലേഗന റാക സകന ശതേ 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 രതേ ശതേ 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 രതേ ശതേ 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 രതേ ശതേ 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 റികതേരി ഹുഡതേരി കമസകേരിയ ശതേ 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 ഫറൗസിയൻ തലമോകോസിയൻ തലമഷോറിയൻ തേരി ഒന്ന് കണ്ണടച്ച് ഒരു 10 സെക്കൻഡ് നിങ്ങളുടെ അകത്ത് വരുന്ന ഡേറ്റ് ഏത് മന്താണോ, ഏത് ഡേറ്റ് ആണോ, ഏത് മന്താണ് പെട്ടെന്ന് വരും. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് എൻകറേജ് ചെയ്ത് കാണുവാൻ വേണ്ടി. എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റുകൾ മാസങ്ങളും വെളിപ്പെടും. ശരിക്കും പറഞ്ഞ ഒരു സ്ക്രീൻ ഇവിടെ വെക്കേണ്ടതായിരുന്നു. സൂമിലുള്ളവർക്കും കൂടെ വേണ്ടി പ്രതികരിക്കാം. എന്ന് കണ്ടേ 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 കണ്ടേ. നിങ്ങൾ ചിന്തിക്കുക, പൗലോസ് ലീഹ ഇവിടെ നിൽക്കുന്നു, തിമത്തിയോസുമാർ ഇവിടെ നിൽക്കുന്നു. പൗലോസ് പറയുന്നു, നിന്റെ അകത്തുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം, ഉപേക്ഷിക്കരുത്, ഇഗ്നോർ ചെയ്യരുത്. ഇപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് പൗലോസ് പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്ത് കർത്താവിൽ നിന്നും കാണുകയാണ്. നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രവചനമല്ല, വേർഡ് ഓഫ് വിസ്ഡമാണ്. വേർഡ് ഓഫ് വിസ്ഡത്തിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുവാണ്? അതാണ് കർത്താവിനുള്ളത്. ഇപ്പോൾ ഡേറ്റ് മാസം, അത് വേർഡ് ഓഫ് വിസ്ഡമാണ്. ഒരൊറ്റ 3 മിനിറ്റും കൂടെ, ഒരൊറ്റ മിനിറ്റും കൂടെ കണ്ടേ കണ്ടേ. 60 സെക്കൻഡ് ആ സൂചി ഓടും അതിൻ്റെ അകത്ത്. ഞാനിത് പറഞ്ഞത് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ലൈംസ് ഓഫ് റൗട്ട് ഫ്രീ തഫീസ്. ഞാൻ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ കണ്ട്, അന്യഭാഷ പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല. റമന ഹുസൈൻ അധികം അച്ചവക്കാരെ നിങ്ങൾ ആ വിഷനെ ഒന്ന് ശ്രദ്ധിച്ച്, ഡേറ്റിനെ ശ്രദ്ധിച്ച്. ലൈസ് ബ്രൈറ്റ് ഫീസ് ഫെ നഹൂഷ് വട്ടേരി കമ കാറ 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 ലയു സൂ സി ടി ബി ടി ബാരി സൂഫി ടാബി ഷാമി റമി 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 സഫി ടാബി ഷബി ലബി റബി ലബി റബി 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 സഫി ടാബി റബി സഫി റബി ലസി റബി സെക്കി നബ റുസി ബൈനി ഹാഡ ദീദി ഖമ സഫെ നഗ സക നഗ സക നഗ സക നഗ സക റക സക റക ബക റക ബക റക ബസ റകെ തേരി ഖമ സകെ തേബി ഷകെ തേരി ഖബെ സകെ തകെ ബാര കബ റക റബ 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 ശബ റബ 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 ശമ നഗ ദദെ റിക മസ റകെ ഷീല ഹൗരി ബാരി ഹരി ബേരി ഹൂരി ബാരി ബീരി ബാരി ബീരി ബീരി ബാരി ബാരി ബീരി ബീരി ബാരി ബീരി 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 ബാരി ബീരി
Zofrahaterica Masofrahateria, Zofrahateri Masakana Hasiria, Zofrakateri Masakana Hasuria, Zavrakateri Anterica Masakana, Zofrakateri Anterica Masofana, Zofrakateri Anterica Masofana Hasi, Rata Hasaprakateva Haseta Hasela Prakatera Masan. Jesus Christ, Jesus Christ, Jesus Christ, Rofa Hasi. Amen, 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 Amen. Kenahu Rabba, Shalaha Fasiad. Kenahu Sabrahateri. എത്രവർക്ക് കാണാൻ പറ്റി ഡേറ്റും മാസവും, അല്ലെങ്കിൽ മാസമോ ഡേറ്റോ ഏതെങ്കിലും കണ്ടവരുണ്ടോ? ഏതെങ്കിലും മാസം, ഏതെങ്കിലും ഡേറ്റ്, ഏപ്രിൽ മാസമോ എന്തെങ്കിലും കണ്ടവരുണ്ടോ? ഞാൻ കണ്ടത് കൈ വെപ്പിക്കൂ, ശരിക്കും കാണട്ടെ. ഏപ്രിൽ മാസം കണ്ടു അല്ലേ? വിഷം കാണുന്ന സമയത്ത് ഇങ്ങനെ ഈ റൗണ്ട് പോലെ വെറുതെ അതിൽ രീതി കണ്ടായിരുന്നു. അതായത് ഒരു സംഭവം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ രീതി വല്ല ഫീൽ ചെയ്തു വിഷം കാണുന്ന സമയത്ത്? ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കാം. ഏപ്രിൽ മാസം എന്നല്ലേ കർത്താവിനുള്ളത് പറഞ്ഞത്? ഏപ്രിൽ മാസമാണ് ചോദിക്കാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് മനസ്സിലായത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആത്മ മനുഷ്യനെ നമ്മൾ ട്രെയിൻ ചെയ്യുക. അതിൻ്റെ അർത്ഥം ഏപ്രിൽ മാസമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ സർക്കിളിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും പേര് ലൈവിലുണ്ട്. ഇതുമായിട്ട് ഇപ്പോൾ വെളിപ്പെട്ടത് വേർഡ് ഓഫ് വിസ്ഡമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഏപ്രിൽ മാസം ഞാൻ ഏപ്രിൽ എന്തൊക്കെ കാണിച്ചു ആണ് ചോദിച്ചത്. ഏപ്രിൽ മാസമാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ കണ്ടത്. ഇപ്പം ഞാനത് എന്താ പറഞ്ഞത്? പുറത്ത് നമ്മളിനി ഇറങ്ങണം. നമ്മളിനി കൈയടിച്ചു ആരാധനയും കേട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് അവർ പിശാച് ഇടയ്ക്ക് ഇരിപ്പുണ്ട്. നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കുക. നമ്മുടെ ഇടയിൽ നിന്ന് കൈയടിക്കുന്നതിൻ്റെ അകത്ത് ആരുണ്ട്? ചിരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. സിനഗോഗിൽ യേശു പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ മുൻനിരയിൽ ആരിരിപ്പുണ്ട്? ഇരിപ്പുണ്ട്. അവൻ്റെ ആഗ്രഹം ഈ സഭ വിട്ടു പോകരുത്, ഈ സർക്കിൾ വിട്ടു പോകരുത്. ഈ സർക്കിൾ വിട്ട് പുറത്തിറങ്ങിയാലാണ് ജാതികൾ അട്രാക്ട് ചെയ്തുള്ളത്. ഇത് പൗലോസ് പറഞ്ഞാൽ ജാതികളുടെ അപ്പോസ്തലൻ. മനസ്സിലായി? ഈ കൃപാവരങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പലർക്കും കാണാൻ പറ്റാത്തെന്നറിയോ? നമ്മുടെ അകത്ത് ഡൗട്ടിങ്. നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ള സംഭവം നമ്മളെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കാണുന്നത് ശരിയാണോ? വരുന്നുണ്ടോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളതിനെ ഓപ്പൺ ചെയ്യുക. നമ്മളൊരു കാര്യം, നമുക്ക് സുവിശേഷം പറയാൻ പലപ്പോഴും നമുക്കൊരു ലജ്ജ അല്ലെങ്കിൽ ഒരു ചമ്മൽ വരാൻ കാരണം നമ്മളൊരു ഷൈ ആകുന്നതിൻ്റെ കാര്യം എന്തുവാ? വൺസ് അത് പോയാൽ പിന്നെ എന്തില്ല? ഇതേ സെയിം സാധനമാണ്. നിങ്ങളങ്ങ് പറയുമ്പോൾ കണക്റ്റഡ് ആകും. പൗലോസ് പറഞ്ഞത് ഇവിടെ പ്രാക്ടീസ് ചെയ്യുക. ഏപ്രിൽ മാസവുമായിട്ട് കാണണം. ഏപ്രിൽ മാസമല്ല, വേറെ എന്തെങ്കിലും കൂട്ടത്തിൽ വെളിപ്പെടെ കണ്ടോ? ഏപ്രിലുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും 7,000 ഡേറ്റ് ആണോ തീയതിയാണോ? ഏത് മാസം അത്? അതാ ഒക്ടോബർ 25. 25 ഓഗസ്റ്റ്, ഒക്ടോബർ 25. നമുക്കറിയത്തില്ല, ചിലപ്പോൾ ഇതുപോലെ കണ്ടുപിടിക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ട്. അതാ പറഞ്ഞത്. നമുക്ക് സെയിം നമ്മൾ അടുത്ത ദിവസം കൃപാവരങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അടുത്ത ഓരോ സ്റ്റെപ്പുകളുണ്ട് ഇതിന്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒക്ടോബർ 25 ഈ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ലൈവ് സ്ട്രീമിലും പോകുന്നുണ്ട്. ഇത് ഒക്ടോബർ 25. ഞാൻ ഏപ്രിൽ മാസം ബന്ധപ്പെട്ടെന്നറിയോ? ഏപ്രിൽ ഏതൊരു അക്ഷരം വല്ലതും കണ്ടോ കൂട്ടത്തിൽ? ഏപ്രിലുമായിട്ട് ബന്ധപ്പെട്ട് ആരെന്നറിയോ? ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തോട് പറയാനുള്ള ആലോചന. അത് ശരിക്കും പറഞ്ഞാൽ ബിന്ദു, അതെന്ന് ചോദിച്ചാൽ വേറെ അതിൽ അക്ഷരം വെളിപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ നമുക്ക് BA വരത്തുള്ളായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇതിനകത്ത് കണ്ടോണം, ലൈവിൽ കാണുന്നവരെ ബിന്ദുവിൻ്റെ ഒരു ഭവനം ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ടാണ് ആ കണക്ഷനെ കർത്താവ് കാണിക്കുന്നത്. ആ വ്യക്തിയുടെ ഭവനത്തിനോടുള്ള ആലോചനയായിരുന്നത്. അതാണ് വേർഡ് ഓഫ് വിസ്ഡം. അവിടെ എന്തോ സംഭവിക്കാൻ വേണ്ടി നമുക്കത് അതാണ് പ്രൊഫസി. പ്രൊഫസി എന്നാണോ? ദൈവം ഒരു കാര്യം ചെയ്യാൻ പോവുക. ഞാൻ ആദ്യം പറഞ്ഞില്ല, ആക്സിഡന്റ് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഇന്നത്തെ ഡെലിവറി നോക്കിയാൽ. ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പ് കൈലാസിന്റെ ഭവനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം പുതിയാൻ വേണ്ടി പോവുക, മരണം വിട്ടു പോവുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് നടന്നു. കണ്ടോ?
ഇത് പ്രൊഫസിയാണ്. കൈലാസ് എന്നുള്ളത് വേർഡ് ഓഫ് വിസ്ഡമാണ്. അപ്പോൾ കൈലാസോട് ഞാൻ പറഞ്ഞത് കഴിയുമ്പോൾ ഫ്രീ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ അവരെ വീഡിയോ കാണിക്കണം. അപ്പോൾ അവർ വിശ്വസിക്കുമല്ലോ നിങ്ങൾ പറ. കാര്യം ഇത് ആക്സിഡൻറ്റിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പുള്ള വീഡിയോയാണ്. കണ്ടോ? അപ്പോൾ പ്രവചനം തുച്ഛീകരിക്കാൻ പറ്റും നമുക്ക്? പ്രവചനത്തിൽ വല്ല പ്രവചനം അല്ല കാര്യം പറയാൻ പറ്റുമോ? ഇല്ല. അല്ലാതെ പോയി നിങ്ങൾ വിളിച്ചാൽ അവരെന്നാ പറയും? അവർ ഒരു വിശ്വാസികളല്ല, കൈലാസ് എന്ന പേര്, അതെന്നാ പറയും? ഇത് കുരിശ് കൃഷിക്കാരാന്ന് പറയും അല്ലേ? ഈ ആക്സിഡന്റ് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലോ. പറ്റുമോ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സംഭവിച്ച കാര്യമാണ്. ഇതാണ് യൂസ് ചെയ്യണം ഗിഫ്റ്റ്. ഇതുപോലെ പലരും പുറത്ത് കിടപ്പുണ്ട്. ഞാനിത് തികഞ്ഞ ആളാണോ? ഞാൻ പറയുമ്പോൾ ബ്രദർ ഭയങ്കര ആണോ? ഞാനും ദിവസവും ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എന്നെ കൊണ്ട് ഇതിന് പറയിപ്പിക്കുന്ന അറിയാവോ? താലന്തുകൾ കുഴിച്ചിടരുത്. ദൈവാത്മാവ് പറയുന്നത് വാണിഭം ചെയ്യണം. ഒരു കാലിലേ പറഞ്ഞാട്ടെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിനെതിരെയുള്ള വചനങ്ങൾ എവിടെ കേട്ടാലും അവിടെ ഇരുന്ന് ആമേൻ പറയരുത്. അത് നിങ്ങളോട് പിശാച് ആമേൻ പറയുമ്പം അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ മഹത്വം ദൈവത്തിന് പോകത്തില്ല, പകരം ആർക്ക് പോകും? ഒറ്റ ആമേൻ പോലും എന്ത് ചെയ്യരുത്? വെറുതെ പോലും നിങ്ങൾ ആമേൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കീ ആണ് ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആമേൻ ആമേൻ നമ്മൾ പറയുന്നു. കണ്ടോ? യേശു പറഞ്ഞ നമുക്ക് ആമേൻ ആമേൻ. അടുത്ത് ഞാൻ സത്യമായി പറയുക. വളരെ ആമേൻ പറയുന്നത് വളരെ സൂക്ഷിച്ചു. ഇതിനകത്ത് വളരെ സൂക്ഷിച്ച് ആമേൻ പറയാവുള്ളൂ. ആമേൻ നിങ്ങളിലേക്ക് ചിലതിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്, നെഗറ്റീവിനെയും പോസിറ്റീവിനെയും. നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ തന്നെ എന്ത് ചെയ്യാം? ഒരു കാലിലേ പറഞ്ഞാട്ടെ, ശക്തിയുടെ കാലിലേ പറഞ്ഞാട്ടെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി നടന്നിരുന്നത്. ഇതാണ് പൗലോസിനെ തിമോത്തിയോസ് എൻകറേജ് ചെയ്ത്. നീ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യരുത്. അവർ വെൽ ട്രെയിൻഡ് ആണ്. ആര്? പൗലോസൊക്കെ വെൽ ട്രെയിൻഡ് ആണ്. അവരതുകൊണ്ടാണ് സഭകളെ എണീപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ നമ്മുടെ സഭകളിൽ ഞാൻ പറഞ്ഞു, ഒരു രോഗി എണീപ്പിച്ചെടുത്ത് എന്നാൽ പിടിച്ചോ പ്രാർത്ഥിക്കുന്നത് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ പൊതുവെ, ഞാൻ എല്ലാത്തിനും പറയുമല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം പോയ സഭയിൽ എനിക്ക് അന്ന് ആദ്യമായിട്ട് 2010 കൃപാവരം കിട്ടി. ഞാൻ പോകുന്ന സഭയിൽ ആദ്യം പോയപ്പോൾ അവിടെ ഞാൻ കുറേ വർഷം ലോക്കായി. ലോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു 6-7 വർഷം കൃപാവരം ഉപയോഗിച്ചിട്ടേ ഇല്ലേ. കാര്യം അവിടെ ഞാൻ സന്തോഷിച്ചു. കാര്യം എല്ലാ ദിവസവും കൂടെ ആരാധന, അവർ ആത്മാവിൽ നിറഞ്ഞ് അങ്ങനത്തെ ഒരു തലവേദന. അപ്പം ഞാനൊരു ദേവദാസൻ്റെ വീഡിയോ ഉണ്ട്, ഒരു കാലിങ്ങനെ നീർന്ന് വരുന്നത്. നമ്മൾ യൂട്യൂബിൽ പണ്ട് ഞാൻ കണ്ടത്. അപ്പം ഞാനൊരു ദേവദാസം കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഇത് കിട്ടും. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കർത്താവ് അന്ന് എന്ത് ചെയ്യും? പിന്നെ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ അതിന് വേണ്ടി നമ്മളെ ആക്ടിവിറ്റിയൊക്കെ ദൈവം ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കണ്ടില്ലെങ്കിലോ? യേശു ആദ്യം പ്രാർത്ഥിച്ചു, കണ്ടില്ല. യേശു പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞോ? രണ്ടാമത് കണ്ടോ? സൗഖ്യമാക്കുവാൻ നമ്മളെ. സൗഖ്യം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഇത് പ്രവൃത്തി അഴിച്ചു വിടുവാൻ എൻ്റെ അർത്ഥം. അതിനുവേണ്ടിയാണ് നമ്മളെ അനോയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാലിൽ പറഞ്ഞാട്ടെ. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരെ ഒരു ദിവസം എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ അങ്ങ് പോകാം. റെഡിയാണ് നിങ്ങൾ ഒരു ദിവസം, ഒരു സൺഡേ നമുക്ക് അങ്ങനെ അങ്ങ് എന്ത് ചെയ്യാം? കൃപാവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി തന്നെ. കാര്യം ഇത് പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉള്ളിൽ തമ്പുരാൻ പറഞ്ഞാണ്, കംപ്ലീറ്റ് ലോക്കാകുമ്പോൾ ലോകം നിങ്ങൾക്ക് ഇനി സുവിശേഷം പറഞ്ഞ് പുറത്തിറങ്ങി പറയാൻ പറ്റാത്തൊരു കാലം വന്നതിൽ എന്ത് ചെയ്യും? നമുക്ക് ഇന്ത്യയിലൊക്കെ ഇപ്പം വന്നു കഴിഞ്ഞു അല്ലേ? നോർത്ത് ഇന്ത്യയിലൊക്കെ. അത് ഈ കേരളത്തിൽ പയ്യെ എന്ത് ചെയ്യും? വരും. അപ്പോൾ നിങ്ങളിനി നമ്മുടെ രീതിയിലെല്ലാം മാറ്റേണ്ടി വരും. അന്ന് ശക്തി പ്രാപിക്കാൻ പോയാൽ കൺഫ്യൂഷൻ വരും. കണ്ണടച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ഷബറക്കസിയാന്തരി, അതാരാണോ ആ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടത് ഏപ്രിൽ മാസത്തിൽ ബിന്ദുവിൻ്റെ ഫാമിലി ലൈവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഷബറക്ക ബസി കമൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബിന്ദു ഏപ്രിൽ മാസത്തിൽ ജനിച്ച വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടത് റഥീമ കൗസറ്റേലി പാറഷാഖലാമ. അപ്പം ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞങ്ങളെ കൂടുതൽ ക്രിസ്തുവിൽ വളർത്തി. ഈ വചനം നിങ്ങൾ കഴിയുമെങ്കിൽ പിന്നെയും കേൾക്കാൻ പറ്റും കേൾക്കുക. കാരണം നമ്മുടെ ഉള്ളത്തിൽ അത് ചോലിക്കട്ടെ, ആഴമായി ചോലിക്കട്ടെ. അനേക ആളുകളെ പുറത്തെടുക്കുവാൻ ദൈവം ഉപയോഗിക്കും. ദൈവം പറയണം, എന്നെ ദൈവം ഉപയോഗിക്കും. അതിനു വേണ്ടിയാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് കർത്താവ് എന്നെ വളർത്തിയിരിക്കുന്നത്. ഇതെൻ്റെ നെകളമല്ല, അഹങ്കാരമല്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ വചനമാണിത്. ഞാൻ നിന്നെ ലോകരാജ്യങ്ങളിൽ അയക്കുമെന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. നമുക്ക് കർത്താവ് ഞങ്ങളുടെ വേലയെ ഞങ്ങൾ വിതയ്ക്കുന്നപ്പോൾ കരത്തിലെടുത്ത് പിടിച്ചോട്ടെ വേഗത്തിൽ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഷകല കറബാസിക്കനിയല റാതുഷംബ്രകതീരിയ മസകിരിയ നബ്രോകിന ബാറുഷംബ്രകസിറ്റിലി മശകർ ബാറുഷലകബകസത. ഒരു സൗകര്യക്ക് മെസ്സേജ് നവംബർ 14 സിസ്റ്ററാണ് അയച്ചേക്കുന്നത്. നവംബർ 14 ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ വ്യക്തി ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത്, ഒത്തിരി ഒരു ജ്വലനം സംഭവിച്ചാൽ അത്
ആളിലേക്ക് പകർച്ചകളായിട്ട് വെളിപ്പെടുക തന്നെ ചെയ്യും. 7 മെയ് 7 മെയ് എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിക്കോണം. 7 മെയ് നമുക്ക് അതിനുവേണ്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഇത് കുറച്ചും കൂടെ പിന്നെ പ്രാർത്ഥിച്ചാട്ടെ, വിധേയ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പിന്നെ മുന്നോട്ട് പോയി. നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നു, തിരിച്ചൊത്തിരി പ്ലാണെന്ന് എനിക്കറിയാം. വേഗത്തിൽ തന്നെ 7 മെയ് പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു. ഇതിനാണ്ട് പറഞ്ഞ ഒക്ടോബർ 28 കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഹോളി. കണ്ടോ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നുണ്ട് അവർ. ഇപ്പോൾ നിങ്ങളകത്ത് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ അത്? അപ്പോൾ എത്ര വർഷം ഇനിയാണ്ട് ഇതില്ലാന്ന് പറഞ്ഞു, സിസ്റ്റർ ഇതില്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് അതാണ് പോലീസ് പറഞ്ഞ പ്രാക്ടീസ് ചെയ്തപ്പോഴല്ലേ മനസ്സിലായത് എനിക്ക് ഉണ്ടായിരുന്നെന്ന്. അത് നമുക്ക് ചോദിക്കണം അതിനകത്ത്. അതാ പറയുക, അതിനുവേണ്ടി നമുക്ക് സമയം പോകണം. അല്ലെങ്കിൽ ഒരു സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ പേര് സിസ്റ്റർ കസ്തൂരി എന്നല്ലേ? കസ്തൂരി. ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ബന്ധമുള്ളതുണ്ട്. നമ്മൾ അടുത്തപ്പോൾ അത് ബന്ധപ്പെടുമ്പോൾ നമ്മളപ്പോൾ കസ്തൂരി എന്താ നമ്മൾ അടുത്ത പ്രാർത്ഥിക്കണം. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മാർട്ടിന് ഡേറ്റ് ആയിരുന്നു. മാർട്ടിൻ എന്ന് പറഞ്ഞ പേരും ആ ഡേറ്റും കൂടെ ഓർക്കണേ. അതാ പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യണം. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക. അവര് പറഞ്ഞെന്തോ, നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇനി ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ഈസ്റ്റാമി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അവിടെയുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? പിശാശവരുടെ ഇത് നിങ്ങൾ സർപ്രൈസ് ആകരുത്. പിശാശവർ സുബോധത്തെ എന്ത് ചെയ്യും? എന്താ ഈ സുബോധം? അവരുടെ നോളജ് പ്രവർത്തിച്ച സ്ഥലം. ഇതിനെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ചിലപ്പോൾ അവർ പറയും എനിക്കറിയത്തില്ല. നിങ്ങളതിനെ ബ്രേക്ക് ചെയ്ത് കയറണം. അതാ പറഞ്ഞ കൃപാപരത്തെ നമുക്കൊരു സെക്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ മേശയിലേക്ക് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പം എടുത്ത് സ്വോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, ഇത് ഭക്ഷിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണം തന്നെ കർത്താവ് കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ഇതിൻ്റെ രക്തത്തിൽ പുതിയ നിയമം. അപ്പോൾ അത് ഞങ്ങൾ കേട്ട വചനം പോലെ അപ്പം അനേകര് കാത്തിരിക്കുന്നപ്പം അപ്പം എനിക്ക് ആത്മഭാരം എല്ലാ ദിവസവും കർത്താവ് എനിക്ക് ഭയങ്കര ആത്മഭാരം തരണപ്പം അനേകരെ കാണുമ്പം അവരെ ഇടിച്ചു കയറി യേശുവിനെ കൊടുക്കുവാൻ ആത്മഭാരത്തലം നിറയ്ക്കണപ്പം അത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആത്മഭാരം വരവല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ വരുന്നതാണ് ആത്മഭാരം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് വേഗത്തിൽ പാനം ചെയ്യാം. എല്ലാവരും കറുത്ത് എടുത്ത് പിടിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് Praise. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കറുത്തിലെടുത്ത് വിളിച്ചാട്ടെ. യേശുവേ നന്ദി.